ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ കൊണ്ട് പറയുന്ന. അദ്ദേഹം എന്നോട് ചോദിക്കുന്നു, ഉം, ഉം. എന്താണ് താങ്കളുടെയും കോൺക്രീറ്റായ ആവശ്യം? ഉം, ഉം. ഞാൻ മറുപടി പറയുന്നു, തിരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റല്ലാതെ മറ്റെന്ത്? ഉം, ഉം, ഉം. ഞാനിത് പറയണ്ടേ, എനിക്ക് ഒരേക്കർ സ്ഥലം എഴുതി തരാൻ പറഞ്ഞു. ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സീറ്റാ ചോദിച്ചത്, സംശയമൊന്നും വേണ്ട അതിനകത്ത്. ഉം, ഉം. അതൊരു ചർച്ചയ്ക്കിടയിൽ ഒരു സീറ്റ് തരാമോ എന്ന് ചോദിച്ച് പോയി കണ്ടതല്ല പറയുന്നത്. അയാളൊരു വംശീയ പകയാണ് എന്നോട് പുലർത്തിയത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ. ഞാനൊരു തട്ടിപ്പുകാരനാണെന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ഈ വാദഗതി ഉന്നയിച്ചത്. അപ്പോൾ അജയ് തറയിൽ തെളിയിക്കേണ്ടി വരും ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. കോടതിയിൽ തന്നെ തെളിയിക്കേണ്ടി വരും, അതാണ് പ്രധാനം. അയാൾക്കെതിരെ നമ്മൾ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അയാളെ കൊണ്ട് സമാധാനം പറയിപ്പിക്കുക എന്നുള്ളത്. കാരണം രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഈ തൂക്കുന്ന മണ്ഡലം തിരഞ്ഞെടുത്ത് പണമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതെ. അപ്പോൾ അങ്ങനെയാണ് എന്നെ പുറത്താക്കിയിട്ട് അവിടെ ഒരു കോൺഗ്രസ്സുകാരനെ നിർത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഇയാൾ പറയണമെന്നേ മറുപടി അല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സൂക്ഷ്മ രാഷ്ട്രീയത്തെ തെല്ലും മനസ്സിലാക്കാത്തൊരു നേതൃത്വമാണ് കേരളത്തിലെ കോൺഗ്രസ്സിനുള്ളത്. അതവരുടെ ഒരു പരാജയമാണത്. സമരത്തിൻ്റെ യഥാർത്ഥ കാരണം ആ ഒരു സോഷ്യൽ സ്ട്രക്ചറെ വെല്ലുവിളിക്കാനായിട്ടുള്ള ഒരു ശ്രമം, അതിപ്പോൾ സമ്പത്തിൻ്റെ വിതരണത്തിലാണെങ്കിലും അധികാര മേഖലയിലേക്ക് അധിഷ്ഠിതരുടെ കടന്നുവരൽ ആണെങ്കിലും, അതായിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് രണ്ട് പറയാമോ? കാരണങ്ങളാണ്. ഒന്ന്, ഭൂപരിഷ്കരണത്തിലൂടെ ഭൂമി ഏറ്റെടുത്ത് വിതരണം ചെയ്യും. രണ്ട്, വിദ്യാഭ്യാസ മേഖലയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഈ സവർണ സമുദായങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നൊരു ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ ബില്ല് വരുന്നത്. ഈ തെരുവിൽ വിളിക്കപ്പെട്ട മുദ്രാവാക്യത്തിൻ്റെ സോഷ്യോളജി ഇവരെന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളെ കഞ്ഞി കുടിപ്പിക്കും എന്നിവർ വിളിക്കാൻ കാരണം ആരൊക്കെയോ തമ്പ്രാൻ എന്ന് വിളിക്കാതിരിക്കുകയും പാളെ കൊടുക്കുന്ന കഞ്ഞി അവർ കുടിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവരെ എംപവർ ചെയ്യാൻ തുടങ്ങി നാട്ടിൻപുറത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ അംഗങ്ങളെന്ന നിലക്ക് കൂടിയാണ് ആ എംപവർമെൻ്റ് അവർ കാണിക്കുന്നത്. സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയുന്നൊരു പദ്ധതിയാണ് അംബേദ്കർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അത് അതേപടി തന്നെ ഇന്നത്ര പ്രസക്തമല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം സ്റ്റേറ്റ് പൂർണ്ണമായും വെൽഫെയർ മെഷേഴ്സിൽ നിന്നും ബഹുദൂരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനെ ഇനി വെൽഫെയർ മെഷേഴ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ അതിനും പകരം ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ബഹുജനങ്ങൾക്ക് കൂടി അത് വിഭവങ്ങളുടെ മേൽ പങ്കാളിത്തമുള്ള ഒരു നേഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ വിഭാവന ചെയ്യാൻ പറ്റുന്നത് എന്ന ആലോചനയ്ക്കാണ് പ്രാധാന്യമുള്ളത് എന്നെനിക്ക്. ബുക്ക് സൈദ്ധാന്തികമായി ഇന്ത്യയെ മനസ്സിലാക്കാനും ഇന്ത്യയെ മാറ്റി തീർക്കാനും പറ്റുന്ന ഒരു ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പ് അല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ. അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, അതാണ് ഒരു കാര്യം. രണ്ട്, ഇനി അത് അവർ ശ്രമിച്ചാൽ തന്നെ അവരെടുത്ത് ഉപയോഗിക്കുന്ന മാർക്സിസം ഇതിന് ഒരിക്കലും പര്യാപ്തവുമല്ല. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട്, അതിനകത്ത് പറയുന്നത് 5 ലക്ഷം ഏക്കർ ഭൂമി അനധികൃതമായി തോട്ടം ഉടമകൾ കൈവശം വച്ചിരിക്കുന്ന 5 ലക്ഷം ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ നിയമപരമായോ ഭരണപരമായോ തടസ്സമില്ലെന്നാണ് പറയുന്നത്. എന്താ നടപ്പിലാക്കാത്തത്? ഞാൻ പറയുന്നത്, ഞാൻ ആ വിധിയെ സ്വാഗതം ചെയ്യുന്നത് ശബരിമല സ്ത്രീകൾ പോകണം എന്നുള്ള വികാരം കൊണ്ടല്ല. ഒരു സ്ത്രീ പോലും കൊണ്ട് പോകരുന്ന അഭിപ്രായമുള്ള ഒരാളാണ്. കാരണം ഒരാവശ്യമില്ലാത്ത കാര്യമാണ്, അതുകൊണ്ടാണ്. ഇനി ഒരു സ്ത്രീ പോകണമെന്ന് പറഞ്ഞാൽ അവരെ തടയാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു. സവർണ ഓളിഗാർക്കിയെ ശക്തിപ്പെടുത്തുന്നതായതുകൊണ്ടാണ് അത് ഭരണഘടനാ വിരുദ്ധവും സംവരണത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരുമായ ഒരു നടപടിയാണ് EWS എന്ന് പറയുന്നത്. ഇതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതൽ BJP വരെ, BSP, SP ഈ എന്ന് വേണ്ട സകല കക്ഷികളും ഇതിനെ പിന്തുണച്ചപ്പോൾ ആ കൂടി ഇതിനെതിർത്ത് IUML OIC 3 പേരാണ് ഇതിനെ എതിർത്തത്. ബാക്കി മുഴുവൻ ആൾക്കാർ ഇതിന് അനുകൂലമായിട്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഫീൽഡ് ഈ ഭരണഘടന അട്ടിമറിക്കാൻ BJPക്ക് ഒപ്പം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ,
നമസ്കാരം, ഞാൻ പി ജിജീഷ്. ജസ്റ്റ് റൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ആമുഖം ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. കഴിഞ്ഞ കുറേ ദശകങ്ങളായി മലയാളിയുടെ ചിന്താമണ്ഡലത്തിൽ അഗ്നിയായി പടർന്നു കയറിയ ശ്രീ സണ്ണി എം കബിക്കാട്. എഴുത്തുകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലെല്ലാം നമുക്ക് അദ്ദേഹം സുപരിചിതനാണ്. മലയാളിയുടെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ അടിസ്ഥാനവർഗ രാഷ്ട്രീയത്തിൻ്റെ ദിശാബോധം പകർന്നു നൽകിയ വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വൈക്കം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമെന്ന വാർത്തകളുണ്ടായിരുന്നു. പിന്നീട് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുകയും അതൊരു വിവാദമാവുകയും എല്ലാം ചെയ്തു. ഈ രാഷ്ട്രീയ വിവാദങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ അധികാര ഘടനയെയും ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെയും തൻ്റെ രാഷ്ട്രീയ ദർശനത്തെയും വിശദീകരിക്കുകയാണ് സുദീർഘമായ ഒരു സംഭാഷണത്തിലൂടെ ശ്രീ സണ്ണി എം കബിക്കാട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണല്ലോ. സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യം തന്നെയാണ്. വൈക്കത്ത് കാൻഡിഡേറ്റായിട്ട് സാറിൻ്റെ പേര് വളരെ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സാറ് തന്നെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിലൊരു ദളിത് ആക്ടിവിസത്തിന് വളരെ വലിയ പാരമ്പര്യമുള്ള ഒരു മണ്ണാണ് വൈക്കത്ത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും തുടർന്നുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങളുടെ ഒരു നാടും കൂടിയാണ്. അങ്ങനെ ഒരു നാട്ടിൽ ഒരു സ്ഥാനാർത്ഥിത്വം നൽകുന്ന ഒരവസ്ഥയിൽ വന്നിട്ട് അവസാന പട്ടിക ഇറങ്ങിയപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം. ഇത് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു തിരിച്ചടിയായിട്ടാണോ അതോ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഘടനാപരമായ ഒരു പ്രശ്നമായിട്ടാണോ സാർ മനസ്സിലാക്കുന്നത്? ഇത് ഞാൻ ഓൾറെഡി പല ഘട്ടങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിൻ്റെ അധികാര ഘടനയുടെ ഒരു പ്രത്യേകതയാണ് എൻ്റെ പുറന്തള്ളൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വ്യക്തിപരമായി എൻ്റെ ഒരു കാര്യത്തെ ഞാൻ എടുക്കുന്നുമില്ല. അതിൻ്റെ കാരണം ഈ കേരളത്തിൻ്റെ വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികൾക്ക് വെളിയിൽ സാമൂഹ്യ ജീവിതം കൊണ്ടു നടന്ന ഒരാളാണ്. എൻ്റെ വൈജ്ഞാനികമായ തിരിച്ചറിവുകളോ എൻ്റെ ഇടപാടുകളോ സാമൂഹികമായ ഇടപാടുകളോ ഒന്നും തന്നെ വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷിയെ കണ്ടുകൊണ്ടോ അവരുടെ സപ്പോർട്ട് നേടിക്കൊണ്ടോ ആയിരുന്നില്ല. ഞാൻ ഈ ചർച്ചയിൽ ഒരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു പരിമിതിയുണ്ട്. 2 പരിമിതികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നതിൻ്റെ രാഷ്ട്രീയ മുന്നണിയെ വികസിപ്പിക്കാൻ അതിന് കഴിയുന്നില്ല എന്നതാണ്. 2 4 സംഘങ്ങളുള്ള ഒരു മുന്നണിയാണത്. കോൺഗ്രസ്സാണ് പ്രധാന കക്ഷി. 90-ലധികം സീറ്റിലാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. പിന്നെയുള്ള ഒരു പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അവരടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഒരു 25 പേരെയൊക്കെ ജയിപ്പിക്കാനും പ്രാപ്തിയുള്ളവരുമാണ്. പിന്നീടുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം 13 സീറ്റ് കിട്ടിയ ജോസഫ് ഗ്രൂപ്പിന് 2 പേരെ മാത്രമേ ജയിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം അതിൽ കൂടുതലായേക്കാം. അപ്പോൾ അതിൽ നിന്ന് പുതിയ ഏതെങ്കിലും ഘടകകക്ഷിയെ സ്വീകരിക്കാനും അവർക്ക് മതിയായ സീറ്റ് കൊടുക്കുവാനും ഒന്നും ഈ മുന്നണിക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു പരിമിതി അതിനുണ്ട്. ഒന്ന്. രണ്ടാമതൊരു കാര്യം, അതിൻ്റെ സോഷ്യൽ ബേസിനെ വികസിപ്പിക്കാനും അതിന് പരിമിതികളേറെയുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ ബേസിനെ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ ബേസായിരിക്കുന്ന വിഭാഗങ്ങളിൽ നിന്നും ഭിന്നമായ വിഭാഗങ്ങളെ കോൺഗ്രസ്സിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയയ്ക്കും കാര്യമായ മൊമെൻറ്റം അതിനകത്തില്ല. അപ്പം ഞാൻ CK ജാനുവിനെ UDF എടുക്കുന്നു, ഒരു ചർച്ചയിൽ എനിക്കൊരു സീറ്റ് നൽകാമെന്ന് പറയുന്നു, സജീവമായി പരിഗണിക്കുന്നു. അങ്ങനെ ആ വാക്കാണ് ഉപയോഗിച്ചത്. നൽകാമെന്ന് പറഞ്ഞില്ല, സജീവമായി പരിഗണിക്കുന്നു. സജീവ പരിഗണന എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ സാധ്യതകളേറെയുള്ളൊരു കാര്യമെന്നാണ് മനസ്സിലാക്കുക സാമാന്യ ബുദ്ധിക്ക്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ആദിവാസികൾ, ദളിതർ തുടങ്ങിയ പുതിയ വിഭാഗങ്ങളെ UDFിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഒരു പ്രതികരണത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് താങ്കൾ അങ്ങോട്ടാണ് സീറ്റ് ആവശ്യപ്പെട്ടതെന്നാണ്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ കൊണ്ട് പറയുന്ന
കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഗതിയാണ്. രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഒരു മുന്നണിയോട് ഒരു സീറ്റ് അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് എന്താ ഇത്ര വലിയ കുറ്റം? എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്ന് ഇത്ര വലിപ്പത്തിൽ പറയേണ്ട എന്ത് കാര്യമുള്ളത്? ആരും ആവശ്യപ്പെടാറില്ലേ? അപ്പോൾ ഇത് അതൊരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു അബ്സർഡിറ്റിയാണത്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടോ അവരിങ്ങോട്ട് തരാൻ ധൈര്യപ്പെട്ടോ തന്നില്ലല്ലോ, ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തു എന്നുള്ളത് ഒരു യഥാർത്ഥത്തിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം എന്നോട് ചോദിക്കുന്നു, എന്താണ് താങ്കളുടെയും കോൺക്രീറ്റായ ആവശ്യം? ഞാൻ മറുപടി പറയുന്നു, തിരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റല്ലാതെ മറ്റെന്ത്? ഞാനിത് പറയണ്ടേ, എനിക്ക് ഒരേക്കർ സ്ഥലം എഴുതി തരാൻ പറഞ്ഞു. ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സീറ്റാണ് ചോദിച്ചത്, സംശയമൊന്നും വേണ്ട അതിനകത്ത്. അതൊരു ചർച്ചയ്ക്കിടയിൽ ഒരു സീറ്റ് തരാമോ എന്ന് ചോദിച്ച് പോയി കണ്ടതല്ല. സംഭാഷണത്തിനിടയിൽ നിങ്ങളുടെ കോൺക്രീറ്റ് ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നു, ഇതാണ് ആവശ്യമെന്ന് പറയുന്നു. അദ്ദേഹം പരിഗണിക്കാമെന്ന് പറയുന്നു. പല സീറ്റുകളും പരിശോധിക്കുന്നു അന്നേരം തന്നെ. അതിനുശേഷം പിന്നെ ഞാനല്ല, എൻ്റെ ദളിത് സമുദായ മുന്നണിയാണ് ഇവരുമായിട്ട് ചർച്ച നടത്തിയത്. ചർച്ച നടത്തുമ്പോഴാണ് ഈ വൈക്കം സീറ്റ് എന്ന് പറയുന്ന സംഭവം കയറി വരുന്നത്. ഞാൻ വൈക്കംകാരനാണ്. ഇപ്പോൾ താമസിക്കുന്നത് കോട്ടയത്താണെങ്കിലും 40 വർഷത്തോളം വൈക്കം മണ്ഡലത്തിൽ ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ വൈക്കത്തിൻ്റെ പരിചയവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് വൈക്കം തിരഞ്ഞത്. അത് ഞാൻ അങ്ങോട്ട് ചോദിച്ച് മേടിച്ചതാണെന്ന് പറഞ്ഞാലും എനിക്കതിനകത്തൊരു അവഹേളനം തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ചോദിച്ച് മേടിച്ചാലും മുന്നണി രാഷ്ട്രീയം അതിനകത്ത് ചോദിച്ചൊക്കെ മേടിക്കും ആൾക്കാർ, അത്രയേ ഉള്ളൂ. ഓക്കെ. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കും സീറ്റ് നൽകാൻ കഴിയാതെ പോയെന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിൻ്റെ അധികാര ഘടനയുടെ രാഷ്ട്രീയം നമുക്ക് പിടികിട്ടണം. അത് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു കാര്യം ഞാൻ പറയാം. കേരളത്തിൽ 140 മണ്ഡലങ്ങളുണ്ട്. അതിനകത്ത് 16 മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങളാണ്. 2 ആദിവാസി മണ്ഡലവും 14 പട്ടികജാതി മണ്ഡലവും. ബാക്കി 124 സീറ്റാണ് ഉള്ളത് കേരളത്തിൽ. അത് ഇവരാർക്കാണ് കൊടുക്കുക? ഈ 2 മുന്നണികളും ആർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്? എന്തെങ്കിലും മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണ്ടേ? ഏറ്റവും കുറഞ്ഞ പക്ഷം സംവരണീയരല്ലാത്ത എല്ലാവർക്കും കൊടുക്കണമല്ലോ, സീറ്റ് സംവരണം ഇല്ലാതെ. നിങ്ങൾ നോക്കിക്കോ, അടുത്ത പ്രാവശ്യം MLA-മാർ വരും 124-ൽ നിന്ന്. നിങ്ങൾ നോക്കിക്കോ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതി തരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക നായരും സുറിയാനി ക്രിസ്ത്യാനികളും ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമൂഹിക ഘടനയിൽ പ്രിവിലേജ്ഡ് കാസ്റ്റ് ആണ് ഈ അധികാര രാഷ്ട്രീയത്തിൻ്റെ അച്ചുതണ്ടെന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ നമ്മൾ കാണും, സ്ത്രീകൾ 50% ഉണ്ട് കേരളത്തിൽ. സ്ത്രീ സംഘടനകൾ ഈ LDF-ൻ്റെയും UDF-ൻ്റെയും പാർട്ടി ഓഫീസുകളിൽ പോയി ഞങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം തരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്രാവശ്യം എത്ര കൊടുത്തിട്ടുണ്ട്? 10% പോലും കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം ഈ കേരളത്തിലെ അധികാര രാഷ്ട്രീയം ഈ പ്രിവിലേജ്ഡ് കാസ്റ്റിൽ നിന്നുള്ള പുരുഷന്മാരുടെ ഒരു ഇടപാടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് അൺപ്രിവിലേജ്ഡും അണ്ടർ പ്രിവിലേജിനും അവർ തടയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്നെയും തടയുന്നു. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത്, വൈക്കത്ത് സണ്ണിക്ക് സീറ്റ് കൊടുത്താൽ കോട്ടയം ഞങ്ങൾ തോറ്റു പോകുന്നതാണ്. അങ്ങനെ ഒരു വിലയിരുത്തൽ എന്തുകൊണ്ടായിരിക്കും അത്? വന്നത്? കോൺഗ്രസ്സുകാരുടെ റീഡിങ്ങാണ്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സൂക്ഷ്മ രാഷ്ട്രീയത്തെ തെല്ലും മനസ്സിലാക്കാത്തൊരു നേതൃത്വമാണ് കേരളത്തിലെ കോൺഗ്രസ്. അതവരുടെ ഒരു പരാജയമാണത്. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ അവരുടെ പാർട്ടിക്ക് പുറത്ത് നടക്കുന്ന സൂക്ഷ്മമായ ചലനങ്ങൾ പഠിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീമുണ്ടായിരിക്കും. കോൺഗ്രസ്സിന് അതൊന്നുമില്ല. അവർ ഈ പറയുന്നൊരു മെഗാ ഷോയാണ്. എനിക്ക് സീറ്റ് തന്നാൽ അവർക്ക് സവർണ വോട്ടുകൾ നഷ്ടപ്പെടും എന്നാണ് ഈ കോട്ടയത്ത് തോക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് അതവരുടെ റീഡിങ്ങാണ്. അതവരങ്ങനെ തന്നെ വിലയിരുത്തട്ടെ, അതവരുടെ കാര്യം. എനിക്ക് അതിനകത്ത് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം
കേരളത്തിൽ സി കെ ജാനുവിന് മാനന്തവാടി സീറ്റ് കൊടുക്കാത്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, സി കെ ജാനു ജയിക്കില്ല എന്ന്. അവർ അസോസിയേറ്റ് മെമ്പറാണെന്ന് ഓർക്കണം. ഞാൻ ഇതിന് പുറത്തുള്ള ഒരാളും ഒരു ദളിത് സംഘടനയുടെ പ്രവർത്തകരുമാണ്. അവർ അസോസിയേറ്റ് മെമ്പറാണ്. അവർ ജയിക്കില്ല. ജയിക്കാതിരിക്കൽ ഒരു മാനദണ്ഡമായി എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ 50% പേരെയും പിൻവലിക്കേണ്ടി വരും. ജയിക്കത്തില്ല അവർ, അല്ലേ? അപ്പോൾ ഇത് ഒരു ന്യായം മാത്രമാണ്. ഇപ്പം ഞാൻ നിന്ന് കഴിഞ്ഞാൽ സവർണ വോട്ട് നഷ്ടപ്പെടുമെന്ന് ഇവർ ഭീതിപ്പെടുന്നതിൻ്റെ പിന്നിൽ ഒരു അണ്ടർ പ്രിവിലേജ്ഡ് കാസ്റ്റിൽ നിന്നൊരാൾക്ക് അംഗീകാരം കൊടുത്താൽ, സ്വന്തമായ അഭിപ്രായമുള്ള ഒരാൾക്ക് അംഗീകാരം കൊടുത്താൽ സവർണ വോട്ടുകൾ നഷ്ടപ്പെടുമെന്നാണല്ലോ പറയുന്നത്. ഞാൻ വിചാരിക്കുന്നു അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ലാതെ ഞാൻ വിചാരിക്കുന്നു. യാതൊരു സാധ്യതയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ദളിത് വോട്ടിൽ വലിയ ഷിഫ്റ്റിംഗ് നടക്കുന്നൊരു കാലഘട്ടമാണ്. അവർ പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പാറ്റേണിലൊരു മാറ്റം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് തെളിവാണ്. അത് കൂടുതൽ ഇരട്ടിക്കുമായിരുന്നു. സി കെ ജാനുവിനും എനിക്കുമൊക്കെ സീറ്റ് നൽകുക മാത്രമല്ല, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കോൺഗ്രസ്സിന് കേരളത്തോട് വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വോട്ട് ഡബിളാകുമായിരുന്നു വിചാരിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും എഫക്റ്റ് ഉണ്ടാകും. എല്ലാ മണ്ഡലങ്ങളിലും. കോട്ടയത്ത് തോക്കണ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തോക്കണതിന് വേറെ വല്ല കാരണവും കാണും. അതല്ലാതെ ഞാൻ സ്ഥാനാർത്ഥിയായി തോക്കേണ്ട ഒരാളല്ല കോട്ടയത്തെ സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ അജയ് തറയലിൻ്റെ ഭാഗത്തു നിന്ന് തോൽക്കാൻ സാധ്യതയുള്ളൊരു സീറ്റിൽ താങ്കൾ മത്സരിക്കുന്നത് വേറെ പല ഉദ്ദേശങ്ങൾ കൊണ്ടാണ് എന്ന തരത്തിലുള്ള ഹീനമായ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞോ ആരോടെങ്കിലും? ആദ്യം അജയ് തറയലിനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ ഒരു ഉന്നത നേതാവ് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇതുപോലെ പറയുന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു ദുരന്തം. ആരാണ് നേതാവ്, ആർക്കാണ് തലയ്ക്ക് വെളിവുള്ളത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആണ് ഇത് നിൽക്കുന്നത്. ഇയാൾ പറയുന്നത് വൈക്കം തോക്കുന്ന സീറ്റാണ്. ഏതാണ് ഈ തോക്കുന്ന സീറ്റ്? ഇയാളുടെ മാനദണ്ഡം എന്താ? വൈക്കം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്, മാർക്സിസ്റ്റ് പാർട്ടി അല്ല. നേരിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് പഠിച്ച ഒരാളാണ് ഞാൻ. 48,000 വോട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയത്. യു ഡി എഫിന് അല്ല, കോൺഗ്രസ്സിന് മാത്രം കിട്ടിയത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് 38,000 വോട്ട് തികഞ്ഞിട്ടില്ല. സി പി ഐയുടെ സീറ്റാണ്. സി പി ഐക്ക് 20,000 വോട്ട് പോലും ഇല്ല അവിടെ. പിന്നെ അവിടെ കോൺഗ്രസ് എങ്ങനെ സ്ഥിരം തോക്കുന്നത്? അതിൻ്റെ കാരണം അന്വേഷിക്കേണ്ടതിന് പകരം തോക്കുന്ന സീറ്റാണെന്ന് ഇവരൊക്കെ തീരുമാനിച്ചേക്കുക. അങ്ങനെ തോക്കുന്ന സീറ്റ്, ജയിക്കുന്ന സീറ്റ് എന്നൊന്നും കേരളത്തിലില്ല. കേരളത്തിലാകെ കൂടി ഇത് ഈ സാമുദായിക വോട്ടൊക്കെ വെച്ചിട്ടാണല്ലോ തോക്കുന്ന സീറ്റ്, ജയിക്കുന്ന സീറ്റ് എന്നൊക്കെ ഇവർ പറയുന്നത്. കേരളത്തിൽ ഏത് സമുദായത്തിനാണെന്നേ സ്വന്തം നിലക്ക് വോട്ട് പിടിച്ച് ജയിക്കാൻ ശേഷിയുള്ളത്? ഈ തോക്കുന്ന സീറ്റിലേക്ക് എന്ന് ഒരു അവകാശപ്പെടുന്ന സീറ്റിൽ മറ്റാളുകളെ നടത്തുന്നുണ്ടല്ലോ, അവരെക്കുറിച്ച് ഈ ആരോപണം ഇവർ പറയുന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടെ, ഈ തോക്കുന്ന സീറ്റ് എന്നുള്ള വാദം തന്നെ ശുദ്ധ അസംബന്ധമാണ്. രാഷ്ട്രീയമായി അസംബന്ധമാണ് അയാൾ പറയുന്നത്. ആ കൂടി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി സ്വന്തം വോട്ടിൽ ജയിക്കാൻ പ്രാപ്തിയുള്ള ഒരേ ഒരു കമ്മ്യൂണിറ്റി മുസ്ലിങ്ങൾ മാത്രമാണ് കേരളത്തിൽ. നായന്മാർക്കോ സുറിയാനി ക്രിസ്ത്യാനിക്കോ പട്ടികജാതിക്കാർക്കോ ഈഴവർക്കോ ഒന്നും സ്വന്തം സ്ഥാനാർത്ഥി നിർത്തി സ്വന്തം വോട്ട് പിടിച്ച് ജയിക്കാൻ കേരളത്തിൽ മണ്ഡലമൊന്നുമില്ല. അത്യപൂർവ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷ വോട്ട് കാണും. ചില മണ്ഡലങ്ങളിൽ അത്രയും ജയിക്കാനുള്ള ഭൂരിപക്ഷം അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കൂടുതൽ വോട്ട് അവർക്കായിരിക്കും, പക്ഷേ ജയിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല അവർക്ക്. അപ്പോൾ ഇത് വെറുതെ പറഞ്ഞു. ഇപ്പം അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് എങ്ങനെയാണ് തോറ്റത്? കെ കരുണാകരൻ തൃശ്ശൂരിൽ എങ്ങനെയാണ് തോറ്റത്? അപ്പോൾ അങ്ങനെ ജയിക്കുമെന്ന് പറയുന്ന മണ്ഡലമൊന്നും ഇല്ലെന്നേ. ആര് വേണേലും തോക്കാവുന്ന മണ്ഡലമാണ്. അപ്പോൾ ഈ പറയുന്ന ഞാൻ അജയ് തറയിൽ വേറൊരു സാധനമാണ് പറയുന്നത്. അയാളൊരു വംശീയ പകയാണ് എന്നോട് പുലർത്തിയത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ. ഞാനൊരു തട്ടിപ്പുകാരനാണെന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ഈ വാദഗതി ഉന്നയിച്ച് തോക്കുന്ന സീറ്റ് തിരഞ്ഞെടുത്ത് പണം ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ വാദം. ഞാൻ വൈക്കത്തെ സ്ഥാനാർത്ഥിയാണെന്ന് ലോകത്താരോടും പറഞ്ഞിട്ടുണ്ട്. സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു.
ആ സാധ്യത കോൺഗ്രസിൻ്റെ നേതാക്കളിൽ നിന്ന് പറഞ്ഞ സജീവ പരിഗണന എന്ന വാക്കിൽ നിന്നും സാമാന്യ ബുദ്ധി കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് സാധ്യതയുണ്ടെന്നുള്ളത്. ഉം, ഉം. കേരളത്തിലെ മീഡിയയും പറഞ്ഞില്ല ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന്. അപ്പോൾ അജയ് തറയിൽ തെളിയിക്കേണ്ടി വരും ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. കോടതി തന്നെ തെളിയിക്കേണ്ടി വരും, അതാണ് പ്രധാനം. അയാൾക്കെതിരെ നമ്മൾ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അയാളെ കൊണ്ട് സമാധാനം പറയിപ്പിക്കുക എന്നുള്ളത്. കാരണം രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഈ തൂക്കുന്ന മണ്ഡലം തിരഞ്ഞെടുത്ത് പണമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതെ. അപ്പോൾ അങ്ങനെയാണ് എന്നെ പുറത്താക്കിയിട്ട് അവിടെ ഒരു കോൺഗ്രസ്സുകാരനെ നിർത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഇയാൾ പറയണമെന്നേ മറുപടി. തൂക്കുന്ന മണ്ഡലമാണല്ലോ, പുള്ളി സമ്മതിച്ചു. പുള്ളി സമ്മതിച്ചു. ആ പൈസ ഉണ്ടാക്കാനാണ് പറയുന്നത്. സണ്ണി അത് ഉണ്ടാക്കണ്ട, ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവൻ ഉണ്ടാക്കട്ടെ, ഞങ്ങൾ വീതം വെച്ചോളാം എന്നല്ലേ ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇതുപോലെ മനുഷ്യനെ അപമാനിക്കുന്ന വിധം. ഇതിന് ഞാൻ കോൺഗ്രസ്സുകാരെ ഒന്നും കുറ്റം പറയുന്നില്ല. അജയ് തറയിൽ അയാൾ വന്ന് സമാനം പറയേണ്ടി വരും, അത്രേ ഉള്ളൂ. ക്ഷമ പോലും പറയേണ്ടതില്ല. ക്ഷമ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അർത്ഥശൂന്യത നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് വന്നിട്ടുണ്ടോ? കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ ഒരു ദൗർബല്യമാണോ അത് സൂചിപ്പിക്കുന്നത്? ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, UDF അതിന് സന്നദ്ധമാവുകയും പിന്നീട് നേതാക്കളുടെ സമ്മർദ്ദം കൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടി അതിന് സന്നദ്ധം പോലും അല്ല. LDF എന്ന് പറയുന്ന സംവിധാനം ഇങ്ങനെ ഒരു പരിഗണന പോലും അവർക്കില്ല. അവരവരുടെ പാർട്ടി മെമ്പർമാരെ നിർത്തും, അവർ പറഞ്ഞാൽ കേൾക്കുന്നവരെ നിർത്തും, അവർക്ക് വേണ്ടി അവരെന്ത് പറഞ്ഞാലും അതിന് വോട്ട് ചെയ്യുന്നവരെ നിർത്തും. അപ്പോൾ അത് സാമ്പത്തിക സംവരണമായാലും കൊള്ളാം, ദേവസ്വം ബോർഡ് സംവരണമായാലും കൊള്ളാം, അവർ പറയുന്നത് അവർ കേൾക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് ലജ്ജാകരമായി തോന്നിയൊരു കാര്യം, കേരളത്തിൽ നിയമസഭയ്ക്കകത്ത് ഒരിക്കൽ ജയ് ഭീം മുദ്രാവാക്യം മുഴക്കുകയുണ്ടായി. UDFൻ്റെ യുവാക്കളായ പ്രതിനിധികൾ ജയ് ഭീം വിളിച്ചു. അപ്പോൾ LDFൻ്റെ ഒരു മെമ്പർ, പട്ടികജാതി മെമ്പറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തൃശ്ശൂർ പാലക്കാട് ജില്ലയിലുള്ള ഒരാൾ. പുള്ളി ചോദിക്കും, ഇവിടെ ആരോ ജയ് ഭീം എന്നൊക്കെ പറയുന്നുണ്ട്, പാലാരിവട്ടത്തെ പാലത്തിൻ്റെ ഭീമിനെ കുറിച്ചാണോ പറയുന്നത് എന്ന നിലക്ക് അപമാനകരമായി സംസാരിച്ച ഒരാൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളാണെന്ന് ഓർക്കണം. ഇതാണ് അവരുടെ അവസ്ഥ. അപ്പോൾ അവരിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവർ ഇത് തിരുത്തി ഈ കീഴ്ത്തട്ടിന് സ്വന്തം അഭിപ്രായത്തോടെ സ്വീകരിക്കുമെന്ന്, അവരുടെ പാർട്ടി മെമ്പർ ആവുകയാണെങ്കിൽ സീറ്റ് തരുമായിരിക്കും, ചിലപ്പോൾ ജയിപ്പിക്കുമായിരിക്കും, ആരെയും. അത് പറഞ്ഞാൽ കേൾക്കണം, അതാണ് മുന്നുപാധി. അതെ, അത് പാർട്ടിയുടെ ഒരു ഘടനയുടെ പ്രശ്നം കൂടി അതിനകത്തുണ്ട്. മാർക്സിസത്തിൻ്റെ കൂടി ഒരു പ്രശ്നമാണ്. മാർക്സിസമാണല്ലോ ഇവരുടെ ഒരു മാർക്സിസത്തിൻ്റെ പ്രയോഗം ഒരു കൈവിട്ടെങ്കിലും മാർക്സിസമാണല്ലോ. അത് തന്നെ ഇതുപോലെ ഈ ചെറു ശബ്ദങ്ങളെയോ ചെറു വിഭാഗങ്ങളെയോ സ്വീകരിക്കാൻ പര്യാപ്തമല്ല. അതിൻ്റെ രാഷ്ട്രീയ ദർശനത്തിൽ ദളിതരും ആദിവാസികളൊക്കെ നശിച്ചു പോകേണ്ട വർഗ്ഗ. യൂറോപ്പിലെ നാടോടികൾക്ക് സമാനമായൊരു സ്ഥാനമേ ഇവിടെ ഇവർക്കുള്ളൂ, ആദിവാസികൾക്കൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ 10-80 വർഷം കഴിയുമ്പോൾ പട്ടികജാതി ക്ഷേമ സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഇവരുണ്ടാക്കുന്നത്. എന്തിനാ? തൊട്ട് തലേ ദിവസം കിടന്നുറങ്ങുമ്പോൾ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. പിറ്റേ ദിവസം 3 മണിയായപ്പോൾ ഒരുത്തൻ പട്ടികജാതിയായി, മറ്റവൻ കമ്മ്യൂണിസ്റ്റുമായി. ഇതെന്ത് വിചിത്രമായ രാഷ്ട്രീയ അനുഭവമാണെന്ന്. ഈ ഇന്ത്യയിലെ ജാതി എന്ന് പറയുന്ന ഒരു സംഗതിയോട് മാർക്സിസ്റ്റുകൾ പ്രതികരിക്കാൻ തുടങ്ങിയതിൻ്റെ സൂചനയാണോ അതോ അതൊരു രാഷ്ട്രീയ അവസരവാദമാണോ? രാഷ്ട്രീയ അവസരവാദമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കാസ്റ്റ് സിസ്റ്റത്തെ അവർ പണ്ട് മുതലേ മനസ്സിലാക്കാൻ വിസമ്മതിച്ച ആൾക്കാരാണ്. അതിൻ്റെ കാരണം അവരുടെ വർഗസങ്കല്പത്തെ ദുർബലപ്പെടുത്തുന്നതായിരുന്നു. വർഗത്തെ ദുർബലപ്പെടുത്തുന്നതാണ് കാസ്റ്റ് എന്നാണ് അവരുടെ പ്രീ കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ജാതി എന്നത് എങ്ങനെയാണ് സ്വയം സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്നത് എന്നത് അവരൊരു പരിശോധനാ വിഷയമായിരുന്നില്ല. ഈ ദളിതർക്കിടയിലും പുതിയൊരു മൂവ്മെൻറ്റും അംബേദ്കറൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ശക്തിപ്പെടലിൻ്റെ സാധ്യത കണ്ടപ്പോൾ പട്ടികജാതി ക്ഷേമ സമിതി ഉണ്ടാക്കി. ഇത് കാസ്റ്റ് സ്റ്റഡീസുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇത് യഥാർത്ഥത്തിൽ സ്വന്തം തട്ടകത്തിലെ പട്ടികജാതിക്കാർ വിട്ടുപോകാതിരിക്കാനും കൂടെ നിൽക്കുന്നവരെ ബോധ്യപ്പെടുത്താനും അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ നടത്തിയ രാഷ്ട്രീയമായൊരു അവസരവാദം മാത്രമാണ് ആദിവാസി ക്ഷേമ സമിതിയും പട്ടികജാതി ക്ഷേമ സമിതിയും.
ഉം, ഇന്ത്യൻ സാഹചര്യത്തെ, ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ഇടപെടൽ, അങ്ങനെ ഒരു എക്സസൈസ് നടത്താനെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏതെങ്കിലും ഘട്ടത്തിൽ തയ്യാറായിട്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം വളരെ പാപ്പരായ ഒരു നേതൃത്വമാണ്. തിയറട്ടിക്കലി തികച്ചും പാപ്പരായ ഒരു നേതൃത്വമാണ്. കേരളത്തിൽ നിന്നുള്ള എം എ ബേബിയാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് ഓർക്കണം. അപ്പോൾ എം എ ബേബിയുടെ എഴുത്തും പ്രഭാഷണങ്ങളും കേട്ടിട്ടുള്ള ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വമെങ്കിൽ തികച്ചും പരിതാപകരമായ അവസ്ഥയാണ് അഖിലേന്ത്യാ നേതൃത്വം നേരിടുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ യഥാർത്ഥത്തിൽ ദുഃഖമുണ്ട്, ഖേദമുണ്ട്. ആ, അവർക്ക് സൈദ്ധാന്തികമായി ഇന്ത്യയെ മനസ്സിലാക്കാനും ഇന്ത്യയെ മാറ്റി തീർക്കാനും പറ്റുന്ന ഒരു ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പ് അല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ. അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അതാണ് ഒരു കാര്യം. രണ്ട്, ഇനി അത് അവർ ശ്രമിച്ചാൽ തന്നെ അവരെടുത്ത് ഉപയോഗിക്കുന്ന മാർക്സിസം ഇതിന് ഒരിക്കലും പര്യാപ്തവുമല്ല. ഈ രണ്ട് കാരണങ്ങളാൽ അവരിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കേണ്ട കാര്യമില്ല. അവർ സ്വയം പിരിഞ്ഞു പോകാൻ ബാധ്യസ്ഥമാണ്. അപ്പോൾ നമ്മൾ അധികാരമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റുകളെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കേരളത്തിലുണ്ട് എന്നൊക്കെ പറയുന്ന ഈ പുരോഗമനാത്മകമായ ഒരു സമൂഹവും നവോത്ഥാനത്തിൻ്റെ ചരിത്രവും എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് തന്നെ? കേരളം ഒരു പുരോഗമന സമൂഹമാണെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് പബ്ലിക് സ്പേസ് കുറച്ച് ഇഗാലിറ്റേറിയനായ സ്പേസാണെന്ന് നമുക്ക് അനുഭവം കൊണ്ട് ബോധ്യമാണ്. നമ്മളുടെ പബ്ലിക് സ്പേസുകൾ, ഇപ്പോൾ കവലകൾ, നഗരങ്ങൾ, പൊതു ഇടങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ മോറോർലെസ് ഇഗാലിറ്റേറിയനായ ഒരു പെരുമാറ്റം മനുഷ്യരിൽ നിന്നുണ്ടാവും. അവൻ എത്രമാത്രം കാസ്റ്റീസ്റ്റ് ആണെങ്കിലും അവൻ ആ സ്വഭാവം പുറത്തെടുക്കുകയില്ല. അവൻ എത്രമാത്രം സ്ത്രീവിരുദ്ധനാണെങ്കിലും അവൻ ആ സ്വഭാവം പുറത്തെടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുമ്പൊക്കെ തന്നെ ആ പ്രശ്നത്തിൻ്റെ മൂവ്മെൻറ്റുകൾ കേരളത്തിൽ ആരംഭിക്കുകയും അത് സമൂഹത്തെ പരിഷ്കരിക്കാനുള്ളൊരു എനർജി സ്വരൂപിക്കുകയും ചെയ്യും. ജാതി വിവേചനത്തിനെതിരെയും അടിമത്തത്തിനെതിരെയും ഐത്തത്തിനെതിരെയൊക്കെ വളരെ വിപുലമായൊരു മണ്ഡലം തുറന്ന 1930കളൊക്കെ ആകുമ്പം വളരെ വലിയൊരു വിപുലമായ മണ്ഡലം അങ്ങനെ തുറന്നു കഴിഞ്ഞിരുന്നു. അതിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വന്ന് വീണത്. അപ്പോൾ അവർ പുരോഗമനകാരിത്വം അങ്ങ് ഏറ്റെടുത്തെങ്കിലും ഈ ജാതിവിരുദ്ധ പാരമ്പര്യത്തെ അവർ മുന്നോട്ട് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതാണ് കേരളം നേരിട്ടത്. അപ്പോൾ ഇപ്പോൾ പുരോഗമനകാരികളാണെന്ന് പറയാമെന്നുള്ളതല്ലാതെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ പുരോഗമനകാരി അന്നേരം വീടിനകത്ത് കയറും. അത്രയും മോശപ്പെട്ട കാര്യമാണ് നാട്ടിൽ നടക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല, സ്ത്രീകൾ ആക്രമിക്കപ്പെടും. അന്യസംസ്ഥാന തൊഴിലാളിയെ ഈ മൃഗങ്ങളെ കാണുന്നതിനേക്കാൾ മോശമായ മനോഭാവത്തിൽ കാണലാണ് മലയാളികളുടെ മറ്റൊരു സ്വഭാവം. അന്യസംസ്ഥാന തൊഴിലാളി നികൃഷ്ട ജന്തുവാണെന്ന് അവൻ വിചാരിക്കുന്നത്. അത്ര മോശമായ പെരുമാറ്റമാണ് അവരുണ്ട്. ഈ പറയുന്ന എന്നോട് കഴിഞ്ഞ ദിവസം ഒരു വിദേശ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം, അയാൾ ദീർഘകാലം ഇസ്രായേലിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. അവിടെ ഈ വീട്ടിൽ വരുന്ന സെർവൻ്റ് ഉണ്ടല്ലോ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് വരുന്നവർ, അവരും പണിയെല്ലാം കഴിഞ്ഞ് അവരും വീട്ടുടമസ്ഥരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കത്തുള്ളൂ. അവരില്ലാതെ ഒരു ഭക്ഷണം കഴിക്കില്ല. അവരെ വിളിച്ചു വരുത്തി ഇരുത്തും. ഇവന് അത്ഭുതപ്പെട്ടു പോയെന്നാണ് പറഞ്ഞത് ഇത് കണ്ടിട്ട്. അപ്പോൾ ഈ അവസ്ഥയിലേക്കൊക്കെ മനുഷ്യരിവിടെ പണിയെടുക്കാൻ വരുന്നവരുടെ ദാരിദ്ര്യം കൊണ്ട് വരുന്നതാണ്. അല്ലാതെ വേറൊരുത്തരുടെ വീട്ടിൽ ആരെങ്കിലും പണിക്ക് പോകും? ഞാൻ എന്തുകൊണ്ടാണ് പോയി? അല്ലാതെ എനിക്ക് ജീവിക്കാൻ മതിയായ പൈസ ഉള്ളതുകൊണ്ട് ഞാൻ മറ്റൊരുത്തരുടെ വീട്ടിൽ പണിക്ക് പോകുന്നില്ല. ഇത് പണിക്ക് വരുന്ന ഒരാളും മനുഷ്യനാണെന്നും അവർക്ക് അവരുടേതായ അന്തസ്സുണ്ടെന്നും ആ വീട്ടുടമസ്ഥൻ മനസ്സിലാക്കാത്ത പെരുമാറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്, അല്ലേ? ഇപ്പോൾ കേരള സ്ത്രീകളോടുള്ള പെരുമാറ്റം, അവസരം കിട്ടിയാൽ കയറി പിടിക്കുന്ന മലയാളി പുരുഷന്മാരുടെ സ്വഭാവം. അവസരം കിട്ടിയാൽ മതി, സ്ത്രീ ആരായാലും അവന് വിഷയമില്ല. അവൻ ജീവിതത്തിൽ ആദ്യം കാണുന്ന സ്ത്രീയെ പോലും അവൻ കടന്നു പിടിച്ചുകളെ. ജീവിതത്തിൽ ആദ്യം കാണുമോ, അവനൊരു പ്രശ്നമില്ല. ഇത്രയും മോശപ്പെട്ട ഒരു സമൂഹത്തിനകത്ത് പുരോഗമനകാരി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? അങ്ങനെയൊക്കെ പറയുമ്പോഴും രാജ്യത്തെ മറ്റ് പല പ്രദേശങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ജാതിയുടെ പ്രകടനപരമായ ഒരു പ്രയോഗത്തിലും ഈ ജാതി പീഡനങ്ങളിലും പിന്നെ ജന്മിത്വ സംവിധാനത്തിൻ്റെ ശക്തമായൊരു നിലനിൽപ്പിൻ്റെ കാര്യമോ എല്ലാം പരിശോധിച്ചാൽ മാറ്റം കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ.
അത് നിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ ജന്മിത്തം ഇപ്പോഴും ഉണ്ട്. ഇവിടെ നേരത്തെ തന്നെ അടി കൊടുത്തത് തീർത്തു. അത്രയേ ഉള്ളൂ. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അയ്യങ്കാളി ആർക്കെതിരെ സമരം ചെയ്യുന്ന ഈ പറയണത്? ഇവർ 70-ൽ നടത്തിയ മിച്ചഭൂമി സമരത്തെ ആദർശവൽക്കരിക്കുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട കാര്യം അതിനും 10-70 വർഷം മുമ്പ് അയ്യൻകാളി നടത്തിയ സമരമെന്ന് പറയുന്നത് ജന്മിക്കെതിരെ തന്നെ നടത്തിയത്. സംശയമൊന്നും വേണ്ട. ജന്മിത്ത വിരുദ്ധ കലാപം എന്നൊന്നും അതിനെ ഞങ്ങൾ പറയാറില്ല. പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ ഈ ജന്മിത്വ വാസനയ്ക്കെതിരെ, ജന്മിത്ത ആധിപത്യത്തിനെതിരെ വളരെ വലിയ പരിഷ്കരണങ്ങളും ആക്രമണ പ്രത്യാക്രമണങ്ങളും നടന്നൊരു സ്ഥലമാണ് കേരളം. തീർച്ചയായിട്ടും. ഈ സി കേശവൻ്റെ ജീവിത സമരങ്ങൾ എന്ന് പറയുന്നൊരു ആത്മകഥയുണ്ട്. അതിനകത്ത് ഇത് വളരെ വിശദമായി ഈഴവ നായർ സംഘർഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈഴവർ കെട്ടുന്ന സ്കൂള് കത്തിച്ച് കളയുക, അത് നായന്മാരുടെ ഒരു വിനോദമാണ്. അവർ ജന്മികളാണല്ലോ. അപ്പോൾ ജന്മികളായിരിക്കുകയും ജന്മിത്വത്തിൻ്റെ ഈ ഇരകൾ കൂടിയാണ് ഈ പറയുന്ന നായർ കമ്മ്യൂണിറ്റി. അത് നമ്മൾ കാണണം. അവിടെ ഒരു വിധത്തിലും ബാക്കി കാർന്നവരൊഴികെ, ഏറ്റവും വലിയ കാർന്നവരാണ് എല്ലാ കാര്യവും തീരുമാനിക്കുക. ബാക്കി എല്ലാവരും അടിമ സമാന ജീവിതമാണ്. അപ്പോൾ 1925 നായർ റെഗുലേഷൻ ആക്ട് വരികയും കൂട്ടുകുടുംബം പിരിയും അവർ. ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ ഈ ജന്മിത്ത ആധിപത്യത്തെ അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വെല്ലുവിളിച്ചൊരു സമൂഹം ഇത്. തീർച്ചയായിട്ടും. അപ്പം അത് നമ്മൾ കാണാതിരുന്നു കൂടാ. അതെ അതെ. അപ്പോൾ അതിൻ്റെ കൂടി പ്രോഡക്റ്റാണ് ഇന്ന് കാണുന്ന പ്രത്യക്ഷതയിലേക്ക് വരാൻ ഭയക്കുന്ന ജാതി എന്ന് പറയുന്ന കാര്യം. അത് പ്രത്യേകിച്ചും നവോത്ഥാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഇതൊരു സവർണ ഏർപ്പാടാണെങ്കിൽ കേരളത്തിൽ അതൊരു അധസ്ഥിത വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പോരാട്ടത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിൽ നവോത്ഥാനം വന്നതെന്നുള്ള വലിയ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു വിഭവങ്ങളുടെ ഒരു വിതരണം എന്നതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. കേരളത്തിലെ ജന്മിത്വത്തിന് പ്രധാനപ്പെട്ട തിരിച്ചടിയേറ്റ ഒരു ഘട്ടം ഭൂപരിഷ്കരണത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ലേ? ഈ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ജന്മിത്വത്തെ സാങ്കേതികമായി അവസാനിപ്പിച്ച ഒരു ഭരണ നടപടിയായിട്ട് വേണം നമ്മൾ പിന്നെ മനസ്സിലാക്കാൻ. അതെ, ഒരു ഭരണ നടപടി. ഇതിനു മുൻപ് 1882 തന്നെ തിരുവിതാംകൂറിലൊക്കെ ഭൂമിയുടെ വിതരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഭൂമി വിതരണം ഒരു പുതിയ കാര്യമൊന്നുമല്ല. സ്റ്റേറ്റ് ഭൂമി വിതരണം ചെയ്യുന്നു എന്നത് പുതിയ കാര്യമേ അല്ല. അത് മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുള്ള കാര്യമാണ്. ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ ഭൂപരിഷ്കരണത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പാട്ടക്കാരനും വാരക്കാരനുമായിരുന്ന ജന്മിയിൽ നിന്ന് വലിയ അടിച്ചമർത്തൽ നേരിട്ടിരുന്നു. പ്രത്യേകിച്ച് മലബാറിൽ ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്ന മലബാറിൽ. അവിടെ ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമനിർമ്മാണങ്ങളിലൂടെ ജന്മിത്വത്തിൻ്റെ ആധിപത്യത്തെ ഉറപ്പിക്കുന്ന നിരവധി നിയമനിർമ്മാണങ്ങൾ അവർ നടത്തി. അതിനെതിരെ നടന്ന നിരവധി കലാപങ്ങൾ പാട്ടക്കാരുടെയും വാരക്കാരുടെയും കലാപങ്ങളാണ്. അപ്പോൾ പാട്ടം കുറയ്ക്കണം, വാരം കുറയ്ക്കണം എന്ന ഡിമാൻഡ് വെച്ചിട്ടാണ് ഭൂമി തരണം എന്ന് പറഞ്ഞല്ല അവിടെ സമരം ചെയ്തത്. പാട്ടവും വാരവും കുറയ്ക്കണം. അങ്ങനെ ഈ പാട്ടക്കാരൻ്റെയും വാരക്കാരൻ്റെയും ഈ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടക്കമാണ് കാർഷിക ബന്ധ ബില്ലിലുള്ളത്. ഭൂമി കൈവശം വെച്ചിട്ടുള്ളവർക്ക് അധികാരം കൊടുക്കുന്ന നിയമമാണ്. ഭൂമി കൈവശം വെക്കാത്തവർക്ക് ഭൂമി കിട്ടിയില്ല. പാട്ടങ്ങളെ റെഗുലറൈസ് ചെയ്യാൻ പാട്ടക്കാർക്ക് കിട്ടി, വാരക്കാർക്കും കിട്ടി. പക്ഷെ അതിനും താഴെ ഭൂമിയിൽ പണിയെടുത്ത വലിയൊരു വിഭാഗം ഉണ്ടായിരുന്നു, അവർക്ക് കിട്ടിയില്ല. അതാണ് അതിൻ്റെ ദോഷവശം. മറ്റേത് മോശം വശമൊന്നുമല്ല. പാട്ടക്കാർക്കും വാരക്കാർക്കും കിട്ടി എന്നത് മോശം വശമായിട്ടൊന്നും കാണണ്ട. അതൊരു ഭരണ നടപടി എന്ന നിലയിൽ അത് അതിൻ്റെ പോസിറ്റീവ് വശമായിട്ട് നമുക്ക് കാണാം. സ്റ്റേറ്റ്, ഒരു ജനാധിപത്യ സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് വിഭവങ്ങളുടെ നീതിപൂർവകമായ വിതരണം എന്ന് പറയുന്നത്. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് അതിനകത്ത് പറയുന്നത് 5 ലക്ഷം ഏക്കർ ഭൂമി അനധികൃതമായി തോട്ടം ഉടമകൾ കൈവശം വച്ചിരിക്കുന്ന 5 ലക്ഷം ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ നിയമപരമായോ ഭരണപരമായോ തടസ്സമില്ലെന്നാണ് പറയുന്നത്. എന്താ നടപ്പിലാക്കാത്തത്? എന്താണ് ഇവർ നടപ്പിലാക്കാത്തത്? ഇവിടെയാണ് ഇവർ പ്രതിക്കൂട്ടിലാവുന്നത്. സാധ്യമായതുപോലും ചെയ്യാതിരിക്കുന്നു. ഇപ്പോൾ 57 കാർഷിക ബന്ധ ബില്ല് വരുന്ന സമയത്ത് 10 ലക്ഷത്തിലേറെ ഏക്കർ ഭൂമി മിച്ചഭൂമിയായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവിടെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ സമയത്ത് അത് 3 ലക്ഷം ഏക്കറായിട്ട് കുറഞ്ഞു. അതും വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നല്ല, കുറഞ്ഞു.
നമുക്ക് കേരള ചരിത്രത്തെ ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ചരിത്രം പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അതെങ്ങനെയാണ് ഈ പ്രത്യേക താല്പര്യങ്ങൾക്ക് ഇങ്ങനെ മേൽക്കൈ വരുന്നത്? അല്ല 57 അതിനകത്ത് എന്തുകൊണ്ട് അത് നടക്കാതെ പോയി എന്നുള്ളൊരു അന്വേഷണം ആവശ്യമല്ലേ? അല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ ഭൂവുടമസ്ഥതയിൽ ഭൂമി വിതരണം ചെയ്ത് കഴിയുമ്പോൾ വരുന്ന മിച്ച ഭൂമി 10 ലക്ഷമെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ അത് 8 ലക്ഷമാവുന്നു, പിന്നെ അത് 3 ലക്ഷമാവുന്നു. 1,4 ലക്ഷം ഏക്കറാണ് ആ കൂടി ഏറ്റെടുക്കാൻ അതെ പറ്റിയുള്ളത്. അതെ അതെ. ഇത്രയും വലിയൊരു കുറവ് വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാർക്കാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഉം. അതായത് ഈ ഭൂമി മിച്ച ഭൂമി 10 ലക്ഷം ഏക്കർ ഭൂമി പിടിച്ചെടുത്താൽ 5 ലക്ഷം ഏക്കർ ഭൂമി പട്ടിക വിഭാഗത്തിന് കൊടുക്കും നിയമം. അതെ മനസ്സിലായോ? അതെ അത് വേണ്ടെന്ന് തീരുമാനിക്കും. അത് വേണ്ടെന്ന് തീരുമാനിക്കുന്നതാണ് കാസ്റ്റ്. അതെ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. അതാണ് ജാതി എന്ന് പറയുന്ന കാര്യം. അവർക്ക് ഭൂമി കൊടുക്കാനാണെങ്കിൽ അതിൻ്റെ മേൽ ഈ സ്റ്റേറ്റ് പരിപൂർണമായ ഒത്തുകളിയിലൂടെ നിരവധി കേസുകളിലൂടെ, ഹൈക്കോടതിയിലൊക്കെ നിരവധി കേസാണ് മിച്ച ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ളത്. കേസുകളിലൂടെ അത് കുറഞ്ഞു 1,4 ലക്ഷം ഏക്കറാണ് ഏറ്റെടുത്തത്. അതിനകത്ത് 95,000 ഏക്കർ ഭൂമിയെ മറ്റേ ആ കൂടി വിതരണം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ വരാൻ കാര്യം മറ്റൊന്നുമല്ല, ഈ കീഴ്ത്തട്ട് സമൂഹം, ജാതിയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കീഴ്ത്തട്ട് സമൂഹങ്ങൾ സ്വത്ത് സമ്പാദിക്കാനോ അധികാരം സമ്പാദിക്കാനോ അന്തസ്സ് സമ്പാദിക്കാനോ മേൽത്തട്ട് അനുവദിക്കില്ല എന്നുള്ളതാണ്. ഈ വിമോചന സമരക്കാലത്ത് ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളെല്ലാം ഇപ്പോൾ ഗൗരിയമ്മയെക്കുറിച്ചാണെങ്കിലും ചാത്ത മാസ്റ്ററെക്കുറിച്ചാണെങ്കിലും ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളെല്ലാം ആ ഒരു കാലഘട്ടത്തെയും ഈ ഒരു ഐഡിയോളജിയും പ്രതിഫലിപ്പിക്കുന്നതാണ്. അതെ, അത് അത് അങ്ങനെ സൂക്ഷ്മമായിട്ട് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഈ സമരത്തെക്കുറിച്ച് ഇടതുപക്ഷ സാഹിത്യം പറയുന്നൊരു കാര്യം CIA ഇടപെട്ട് പണം കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അട്ടിമറിച്ചു എന്നാണ്. ആയിരിക്കും. ഞാൻ പറയുന്നു, ഈ തെരുവിൽ വിളിക്കപ്പെട്ട മുദ്രാവാക്യത്തിൻ്റെ സോഷ്യോളജി ഇവരെന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതില്ല. ഇപ്പോൾ ഗൗരിച്ചോത്തി പുല്ല് പറിക്കാൻ പോകട്ടെ, ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ എന്ന് വിളിക്കപ്പെട്ട പാളയക്കഞ്ഞി കുടിപ്പിക്കും, തമ്പ്രാനെന്ന് വിളിപ്പിക്കും. എത്ര ധിക്കാരപരമായ ഒരു മുദ്രാവാക്യമാണെന്ന്. അതെ, ധിക്കാരപരം കഞ്ഞി മാത്രമല്ല, കുടിപ്പിക്കുമെന്ന്. ജാതിബദ്ധമായൊരു സംഭവമാണത്. അത് പ്രശ്നവൽക്കരിക്കപ്പെടുന്നില്ല കേരളത്തിൽ. അവിടെ അത് UDFും ഈ കോൺഗ്രസും ചെയ്യുന്നില്ല, വിളിച്ച കോൺഗ്രസും ചെയ്യുന്നില്ല, വിളി കേട്ട കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്നില്ല. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, അത് നമ്മൾ മറന്നു പോകരുത്. ഞങ്ങളുടെ കാർഡിന് അരിയില്ലെങ്കിൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ് എന്ന നാട്ടിൻപുറത്തെ പാവപ്പെട്ടവരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ദളിതരും പിന്നോക്കക്കാരും വിളിച്ച മുദ്രാവാക്യമാണ്. ഞങ്ങളുടെ കാർഡിന് EMSനെ ഗവൺമെൻറ് അരി തന്നില്ലേ, നിനക്കെന്താന്ന് ചോദിച്ച് ഇവരെ താങ്ങി നിർത്തിയൊരു ജനതയായത്. അപ്പോൾ ഇത് കാണുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൊല്ലാൻ വന്നുള്ളതിനൊക്കെയുള്ള ഒരു പ്രേതകഥയാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അത് ശരിയായി. യഥാർത്ഥത്തിൽ അത് ഈ വിമോചന സമരത്തിൻ്റെ യഥാർത്ഥ കാരണം ആ ഒരു സോഷ്യൽ സ്ട്രക്ചറെ വെല്ലുവിളിക്കാനായിട്ടുള്ള ഒരു ശ്രമം, അതിപ്പോൾ സമ്പത്തിൻ്റെ വിതരണത്തിലാണെങ്കിലും അധികാര മേഖലയിലേക്ക് അധിസ്ഥിതരുടെ കടന്നുവരൽ ആണെങ്കിലും അതായിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് 2 പറയാം. കാരണങ്ങളാണ്. ഒന്ന്, ഭൂപരിഷ്കരണത്തിലൂടെ ഭൂമി ഏറ്റെടുത്ത് വിതരണം ചെയ്യും. 2, വിദ്യാഭ്യാസ മേഖലയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഈ സവർണ സമുദായങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നൊരു ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ ബില്ല് വരുന്നത്. ഈ വിദ്യാഭ്യാസ ബില്ലിനകത്ത് ഇതിൻ്റെ നിയമനം സർക്കാർ ഏറ്റെടുത്ത് ശമ്പളം സർക്കാർ കൊടുക്കണം എന്നുള്ള നിർദ്ദേശം വരുന്നത്. ഇതുകൂടി ആയപ്പോഴാണ് ഈ സവർണ സമൂഹങ്ങൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ സംഭവിച്ചാൽ സ്റ്റേറ്റിൻ്റെ മേലുള്ള ഇവരുടെ പിടി അയയുമെന്നുള്ള ഒരു ഭീതിയിൽ നിന്നാണ് ഈ വിമോചന സമരം എന്ന് പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത്. 2 കാരണങ്ങളുണ്ട്. ഈ വിദ്യാഭ്യാസ ബില്ലും പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത്, ഈ ഇവർ അന്തസ്സില്ലാത്തവരെന്ന് വിചാരിച്ചിരുന്ന ഒരു സമൂഹം അന്തസ്സോടെ അധികാരത്തിൻ്റെ ഇടങ്ങളിലേക്ക് ഇരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതും ഇതിൻ്റെ ഒരു കാരണമല്ലേ? അല്ല, അതാണ് ആ മുദ്രാവാക്യത്തെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം. ഇവരിങ്ങനെ ഭീതിപ്പെട്ട ഒരു മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയക്കഞ്ഞി കുടിപ്പിക്കും എന്നിവർ വിളിക്കാൻ കാരണം ആരൊക്കെയോ തമ്പ്രാൻ എന്ന് വിളിക്കാതിരിക്കുകയും പാളയെ കൊടുക്കുന്ന കഞ്ഞി അവർ കുടിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവരെ എംപവർ ചെയ്യാൻ തുടങ്ങി നാട്ടിൻപുറത്ത്.
നാട്ടിൻപുറത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ അംഗങ്ങളെന്ന നിലക്ക് കൂടിയാണ് ആ എംപവർമെൻ്റ് അവർ കാണിക്കുന്നത്. ആ എംപവർമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് പകരം മറ്റവരുമായിട്ട് കോംപ്രമൈസ് പിന്നോട്ട് പോകേണ്ടി വന്നു ഇതിൻ്റെ എന്നുള്ളതാണ്. പ്രശ്നം. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ കുടികിടപ്പിൽ നിന്ന് ഇറക്കി വിടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വന്ന് എത്തിച്ചേർന്നതിൻ്റെ ഒരു പ്രതിഷേധം അല്ലേ? അല്ല, കുടികിടപ്പ് എന്നൊക്കെ പറയാൻ വേറൊരു ഇടപാടാണ്. ഉം. അതായത് അത് ഭൂമി കൊടുക്കാതിരിക്കാനുള്ള വലിയ കൗശലം അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ അപ്പോഴും ഏത് രാത്രിയിലും വന്ന് ഇറക്കി വിടാവുന്നൊരു സാഹചര്യത്തിൽ ഇറങ്ങിപ്പോകണ്ടാത്ത 5 സെൻറ്റോ 3 സെൻറ്റോ കിട്ടി എന്നുള്ളത്, 10 സെൻറ്റോ കിട്ടി എന്നുള്ളത് ഒരു അന്നത്തെ ചെറിയ ചരിത്ര ഘട്ടത്തിൽ അവരെടുക്കില്ല. പക്ഷെ ഗവൺമെൻറ് അങ്ങനെയല്ല ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ. ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ആ ഗവൺമെൻറ് എല്ലാ പൗരന്മാരെയും തുല്യമായി കണ്ട് വിഭവങ്ങൾ വിതരണം ചെയ്യണം. അത് ചില പൗരന്മാർക്ക് 10 സെൻറ്റും ചില പൗരന്മാർക്ക് 5 സ്റ്റാൻഡേർഡ് ഏക്കറും കൊടുക്കുന്ന പരിപാടിയുണ്ടല്ലോ. അത് അത് നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അത്തരം ഒരു ഇടപെടൽ നടത്താൻ ശ്രമിച്ച ഗവൺമെൻറ്റിനെ ആദ്യമായിട്ട് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ ഒരു. അപ്പോഴും നമ്മൾ മാർക്സിസം, താങ്കളുടെ വിമർശനം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രവർത്തന സംവിധാനം എന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ ഇതിൽ പരാജയപ്പെട്ടു എന്നാണോ? മാർക്സിസം അടിസ്ഥാനപരമായി ഈ പ്രശ്നം ഏറ്റെടുക്കാൻ കെൽപ്പില്ലാത്ത സംഗതിയാണെന്നാണ്? അതെ, ഞാൻ 2 കാര്യവും കാണുന്നുണ്ട്. ഒന്ന്, 19 മുതലെങ്കിലും മാർക്സിസത്തിൻ്റെ സ്വാധീനമുള്ളൊരു പ്രദേശമാണ് ഇന്ത്യ. 1919 ഇവർക്കൊരു ഘട്ടത്തിൽ പോലും കാസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് പ്രശ്നമാണെന്ന് തോന്നിയിട്ടില്ല. ആ തോന്നായിക അവരുടെ വ്യക്തിപരമായ കാര്യമല്ല. വർഗ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും മറ്റൊന്നും പ്രധാനമാണെന്ന് തോന്നിയത് വർഗമല്ലാതെ. ഇന്ന് പാട്രിയാർക്കിയെക്കുറിച്ച് പറഞ്ഞല്ല, അതൊക്കെ നമ്മൾ സോഷ്യലിസ്റ്റ് ആകുമ്പോൾ പരിഹരിച്ചോളൂ എന്നാണ് അവർ പറയുന്നത്. ജാതിയുടെ പ്രശ്നം പറഞ്ഞാൽ പക്ഷേ ചില ഘട്ടങ്ങൾ തിരുത്തുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സോഷ്യലിസം വരുമ്പോൾ പരിഹരിക്കുമെന്ന് പറഞ്ഞ സംഘടനയ്ക്ക് പിന്നീട് എയ്ഡ് വേ ഉണ്ടാക്കേണ്ട വന്നു. അതെ, അതുണ്ടാക്കും. ഈ വർഗത്തിന് അനുബന്ധമായിട്ട് മാത്രമേ ബാക്കിയെല്ലാം പിടിക്കത്തുള്ളൂ. ഇങ്ങനൊരു ദർശനത്തിന് ഇന്ത്യയിൽ വർഗത്തേക്കാൾ പ്രധാനമായിട്ടാണ് പല സമയത്തും കാസ്റ്റ് വർക്ക് ചെയ്യുക. വർഗം തന്നെ രൂപം കൊള്ളുന്നത് നിയന്ത്രിക്കുന്നത് കാസ്റ്റാണ്. ഇപ്പം ഇന്ത്യയിലെ മധ്യവർഗം ആരാ? വളരെ വിശദമായ സ്റ്റഡി പുറത്തു വന്നിട്ടുണ്ട്. നഗരങ്ങളിലെ മധ്യവർഗം ആരാ? നഗരങ്ങളിലെ മധ്യവർഗത്തിൽ BJPക്ക് സ്വാധീനം ഉണ്ടാകാൻ കാരണം എന്താ? ഒരു മധ്യമജാതികളാണ്. മധ്യമജാതികളോ അപ്പർ കാസ്റ്റോ ആണ്. അതുകൊണ്ടാണ് നഗരങ്ങളിലെ മധ്യവർഗത്തിന് മേൽ BJPക്ക് പിടി വരുന്നത്. നാട്ടിൻപുറത്ത് അവർ അവിടുത്തെ പ്രധാനപ്പെട്ട ജന്മകുടുംബത്തിൽ നിന്ന് വരുന്നവരായിരിക്കും. അവരായിരിക്കും അവിടുത്തെ അമ്പലവും ഒക്കെ സംരക്ഷിക്കുന്ന കക്ഷികൾ. അപ്പോൾ ഈ വലിയൊരു ലിങ്കുണ്ട്. അപ്പോൾ ഈ നഗരത്തിലെ മെട്രോപൊളിറ്റൻ സിറ്റിയിലെ സൊസൈറ്റി ഈസ് നോട്ട് മെട്രോപൊളിറ്റൻ. അത് കാസ്റ്റീസ്റ്റായിട്ട് തന്നെ തുടരുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട IT മേഖലയിൽ നിയമനം ആർക്കാണ് കിട്ടുക? CEO ആയിട്ട് ആർക്കാണ് നീ കിട്ടുന്നത്? ഒരു സംശയം വേണ്ട, അത് ഈ പ്രിവിലേജ്ഡ് കാസ്റ്റിലുള്ളവർക്കേ കൊടുക്കത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഈ മനുഷ്യാന്തസ് അവൻ്റെ ഭൗതിക സൗകര്യങ്ങളോടുമായിട്ട് ബന്ധപ്പെട്ടല്ലേ കിടക്കേണ്ടത്. അതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമില്ലേ? അല്ല, അത് മാത്രമാണെന്നുള്ള മാത്രമാണെന്നല്ല ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഡിഗ്നിഫൈഡ് ആകുമ്പോഴാണ് സ്വത്തുടമസ്ഥതയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഡിഗ്നിഫൈഡ് ആകുന്ന ഒരാൾക്ക് മാത്രമേ സ്വത്തുടമസ്ഥതയുടെ പ്രാധാന്യം ബോധ്യപ്പെടൂ. ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു തരത്തിലും ലേശാത്ത ഒരാൾക്ക് സ്വത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് സ്വത്തുടമസ്ഥരിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു കാര്യമല്ല. സ്വത്തുടമസ്ഥരാകണമെങ്കിൽ പോലും ഇന്ത്യക്കകത്ത് ഡിഗ്നിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ പട്ടിക വിഭാഗത്തിനകത്ത് പണമുള്ളവർ ഉണ്ട്, 10,000-കണക്കിന് പേരുണ്ട് പൈസയുള്ളവർ. എന്തുകൊണ്ടാണ് ഈ അവഗണനയ്ക്കെതിരെ സുഘടിതമായ ഒരു നീക്കം നടക്കാത്തത്? ഇതാ പ്രശ്നം. അതായത് ഞാൻ ഡിഗ്നിഫൈഡായി എൻ്റെ അവകാശത്തെക്കുറിച്ച് സ്വയം സംസാരിക്കേണ്ടതുണ്ടെന്ന് അവർക്ക് തോന്നുന്നില്ല. അത്രയേ ഉള്ളൂ. അവർക്ക് അങ്ങനെ തോന്നുന്നില്ല. അവർ അമ്പല കമ്മിറ്റിക്ക് 10 ലക്ഷം രൂപയൊക്കെ സംഭാവന ചെയ്ത് നേരിയതൊക്കെ തോളയിട്ട് അമ്പലത്തെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുക. ആ കമ്മിറ്റി അമ്പലത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ ഇവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയിട്ട് യവന്മാർ അതിൻ്റെ ട്രസ്റ്റികളായി മാറുന്നൊരു സ്ഥിതി വിശേഷം ഇപ്പോൾ നാട്ടിൻപുറത്ത് നേരിട്ട് കാണാൻ പറ്റും. തീർച്ചയായിട്ടും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള വേറൊരു കാര്യം, ഈ സമൂഹത്തിലെ ഈ പറയുന്ന ഒരു പ്രാമാണിത്വത്തിനും അന്തസ്സിനും പ്രിവിലേജിനും ഒക്കെ
നമ്മുടെ ഭൂവുടമസ്ഥനുമായിട്ട് അനിഷേധ്യമായ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. ഇതുമായിട്ട് ഭൂവുടമസ്ഥതയുമായിട്ട്. ആ അപ്പോൾ ഭൂവുടമസ്ഥത എന്നത് നമ്മുടെ ഒരു ദളിത് വിചാരങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയായി അതെ, മാറേണ്ടതില്ലേ? തീർച്ചയായിട്ടും എന്ത് സംശയമൊന്നുമില്ല. കാരണം ഉടമസ്ഥത എന്ന് പറയുന്നത് ഭൂവുടമസ്ഥയാവട്ടെ എന്തുമാവട്ടെ, ഉടമസ്ഥത എന്ന് പറയുന്നത് തന്നെ അവൻ്റെ അഭിമാനത്തെ ജ്വലിപ്പിക്കുന്നൊരു കാര്യം. 5 സെൻറ്റ് ഉള്ളവൻ്റെ ആത്മാബോധമല്ല 5 ഏക്കർ ഉള്ളവൻ പ്രകടിപ്പിക്കുക സമൂഹത്തിനകത്ത്. ആ. അതങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് ഭൂവുടമസ്ഥത വളരെ പ്രധാനമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വളരെ പ്രധാനമാണ് ഭൂവുടമസ്ഥത. ഇപ്പോൾ നമ്മളിപ്പോൾ വിമോചന സമരത്തെക്കുറിച്ചാണ് സംസാരിച്ച് നിർത്തിയത്. വിമോചന സമരം കേരളത്തിൻ്റെ ഒരു പുരോഗമനപരമായ വളർച്ചയെ ഒരുപാട് പിന്നോട്ടടിച്ച ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പുരോഗതിയെ അളന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രാധാന്യം എന്താണ്? അല്ല, ഈ വിമോചന സമരം കേരളത്തിൻ്റെ പുരോഗതിയെ പിന്നോട്ടടിപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അതിന് വഴങ്ങിക്കൊടുത്തു കേരളം മൊത്തത്തിൽ. അതെ, ഈ സവർണാധിപത്യത്തിന് മുന്നിൽ കേരളം വഴങ്ങിക്കൊടുത്തു. ഇവിടെയും അത് തന്നെയാണ് എഴുപതാകുമ്പോൾ ഏതാണ്ട് പൂർണ്ണമായത്. ഇവിടെയും ഏകദേശം അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അതെ. അപ്പോൾ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്ന കേരളത്തിലെ സംവിധാനം തന്നെ ഈ കീഴ്ത്തട്ട് ജനതയുടെ ഒരു എംപവർമെൻറ്റിനെ ഫലപ്രദമായി തടയുന്നൊരു കാര്യമായിട്ടാണ് പിൽക്കാലത്ത് വികസിക്കുന്നത്. ഈ ശബരിമല ഇഷ്യൂവിൽ കേരളത്തിൻ്റെ പുരോഗമനകാരിത്വം മാത്രമല്ല, ഈ ശബരിമലയിലെ ഇഷ്യൂ ഇവർ ഈ പറയുന്ന പോലെ വലിയ ഒരു പ്രശ്നമൊന്നും ആയിരുന്നില്ല. കോടതി വിധി വരുന്നു. കോടതി വിധി വരുന്നതിൻ്റെ ആദ്യത്തെ 3 ദിവസം ആരും മിണ്ടിയിട്ടില്ല കേരളത്തിൽ. 4-ാം ദിവസം NSS നാമജപ ഘോഷയാത്ര എന്ന് പറഞ്ഞ രംഗത്ത് വരുന്നവരെയാണ് രംഗം ചൂട് പിടിക്കുന്നത്. ആരും മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തലയും സ്വാഗതം ഉൾപ്പെടെയുള്ള ചെയ്തു. ആളുകൾ സ്വാഗതം ചെയ്തു എന്നുള്ളത്. സ്വാഗതം ചെയ്തു. ഈ ആദ്യം RSS സ്വാഗതം ചെയ്തൊരു വിധിയാണിത്. അതെ. അപ്പോൾ ഈ NSS രംഗത്ത് വന്നതോടെയാണ് ഈ കക്ഷികളെല്ലാം ചൂട് മാറ്റിയിട്ട് ഇത് വലിയ കുഴപ്പമാണ്, സ്ത്രീകൾ കയറിയാൽ അശുദ്ധമാകും എന്നുള്ള വാദം ഉന്നയിച്ചത്. ഈ കോടതി വിധിയിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ശബരിമല അയ്യപ്പന്മാർ പ്രത്യേക അവകാശങ്ങളുള്ള ഒരു ഭക്തജന സമൂഹമല്ല. അതുകൊണ്ട് ശബരിമല ഒരു പൊതു ഇടമാണ്. പൊതു ഇടത്തിൽ സ്ത്രീകൾ വരാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ പറ്റിയല്ല. ഇതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞൊരു വിധിയാണ്. ആ വിധിയെ നടപ്പിലാക്കണമെന്ന് പിണറായി വിജയനാണ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ എന്നെപ്പോലുള്ളവർ ആ വിധിയെ സ്വാഗതം ചെയ്യുന്ന ആളെന്ന നിലക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പക്ഷേ താങ്കളുടെ പ്രസംഗമായിരിക്കും. ഓക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ഞാൻ പറയുന്നത്, ഞാൻ ആ വിധിയെ സ്വാഗതം ചെയ്യുന്നത് ശബരിമല സ്ത്രീകൾ പോകണം എന്നുള്ള വികാരം കൊണ്ടല്ല. ഒരു സ്ത്രീ പോലും കൊണ്ട് പോകരുന്ന അഭിപ്രായമുള്ള ഒരാളാണ്. കാരണം ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ്. ഇനി ഒരു സ്ത്രീ പോകണമെന്ന് പറഞ്ഞാൽ അവരെ തടയാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഈ നിലപാടുള്ളത് കൊണ്ട് പിണറായി വിജയൻ്റെ പ്രഖ്യാപനത്തെ പിന്തുണച്ചു. എന്നാൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നവോത്ഥാന പ്രസംഗങ്ങൾ കുറേ നടന്നതിനപ്പുറത്തേക്ക് ഈ സമകാലീനമായി ഈ സംഭവത്തെ മുന്നോട്ടെടുക്കാൻ പറ്റണമല്ലോ. അവരും അക്ഷരാർത്ഥത്തിൽ പിന്നീട് ശബരിമല ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള ലൈനിലേക്ക് മാറുന്നതിൻ്റെ കാരണം ശബരിമല നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അയോധ്യയുടെ പങ്ക് നിർവഹിക്കുന്ന വിധം ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് കേരളത്തിൽ മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ അപ്പോൾ BJP അതിൻ്റെ യഥാർത്ഥ ഉടമകളും കോൺഗ്രസ് അതിൻ്റെ നിഴൽ ഉടമകളും കമ്മ്യൂണിസ്റ്റുകാർ ഇരുട്ടിൽ തപ്പുന്നവരുമായിട്ട് മാറുകയും അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടി പമ്പയുടെ തീരത്ത് ഒരു വലിയ അന്തർദേശീയ അയ്യപ്പ സംഗമം നടത്തി ഞങ്ങളാണ് യഥാർത്ഥത്തിൽ അയ്യപ്പൻ്റെ സംരക്ഷകരെന്ന് സ്ഥാപിക്കുകയാണ്. യഥാർത്ഥത്തിലൊരു ഭരണഘടനാ ധാർമ്മികതയുടെ പ്രശ്നം ഒരു സംസ്കാര സംരക്ഷണത്തിൻ്റെ പ്രശ്നമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൽ ഇവിടുത്തെ വലതുപക്ഷം കഴിഞ്ഞില്ല. അത് കേരളത്തെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യം. ബോധ്യപ്പെടാൻ കേരളം തയ്യാറായിരുന്നു. പക്ഷെ സംഘടിത ശക്തികളെല്ലാം പിന്മാറിയതോടെ കേരളത്തിന് ഈ പറയുന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടേണ്ടി വന്നതാണ്. ഇപ്പോൾ
ഞാൻ പിന്നീട് അത് ശബരിമലയിൽ വലിയ വിഷയം, സ്വർണ്ണ മോഷണമൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. നടന്ന ചർച്ചകൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. എല്ലാവരും ഈ പറഞ്ഞ ശബരിമല എന്ന പവിത്ര സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ചു എന്നുള്ളതാണ് എല്ലാവരും ഒരു കുറ്റേക്കുന്നത്. ശബരിമല എന്ന പവിത്ര സ്ഥലത്ത് നിന്ന് പോറ്റി സ്വർണം മോഷ്ടിക്കും ആണ് കാര്യം. അല്ല, ഞാൻ പറയുന്നൊരു കാര്യം, ഈ പോറ്റിമാരുടെ ജോലി എന്നാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് വർഷങ്ങളായിട്ട്. ഈ അമ്പലത്തിൽ പൂജാരിമാരായ പോറ്റിമാർ അവിടുത്തെ കാണിക്ക എടുത്തുകൊണ്ട് പോയും അവിടെ ഉണ്ടാക്കുന്ന ചോറ് എടുത്തുകൊണ്ട് പോയും തിന്നൊക്കെ അവർ ജീവിച്ചത്. അന്ന് എടുത്തുകൊണ്ട് പോകാൻ നാണയത്തൊട്ടുകളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കിലോ കണക്കിന് സ്വർണ്ണം കൊണ്ട് അവരെടുത്തുകൊണ്ട് പോയി കാണും, ഇത്രയേ ഉള്ളൂ. അതല്ല, ഇത് പുതിയൊരു കാര്യമേ അല്ല, അവരുടെ പരമ്പരാഗത തൊഴിലാണ് അമ്പലത്തിൽ നിന്നുള്ള സാധനം എടുത്തുകൊണ്ട് പോകുക എന്നുള്ളത്. അപ്പോൾ ഇത് പവിത്രമായ സ്ഥലത്തുനിന്ന് അരുതാത്ത എന്തോ ഒരു കാര്യം പോറ്റി ചെയ്യുന്നത്. അരുതാത്തല്ല, പോറ്റിമാരിതാ ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് പോറ്റിമാരുടെ ജോലി ഇതാന്നേ. അവരമ്പലത്തെ ഉപജീവിച്ച് കഴിഞ്ഞുകൂടുന്ന ആൾക്കാരാണ്. അവിടെ വരുന്ന വരുമാനം അവരുടെ കൂടിയാണ്, അങ്ങനെ അവർ കരുതുന്നുള്ളൂ. അതാരും പറയുന്നില്ല. മറിച്ച് ഈ പോറ്റി മാത്രം എന്തോ വഴി പിഴച്ച് കള്ളനായി പോയതാണെന്ന്. ഞാൻ വേണേൽ ലിസ്റ്റ് തരാമെന്ന്, വിഗ്രഹം മോഷ്ടിച്ച പോറ്റിമാരുടെ ലിസ്റ്റ് തരാം. ആ, എത്രയോ പേരാണ് ഈ വിഗ്രഹം വരെ മോഷ്ടിച്ചിട്ടുള്ളത്. അതന്നെ ആൾക്കാർ പറയാത്തത്. അതെ, ഇപ്പോൾ ശബരിമല വിഷയം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ പ്രശ്നമായിരുന്നു. വന്ന അവസാനം അത് സുപ്രീം കോടതി വരെ ഈ ഭരണഘടനയിൽ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണോ അതോ സോഷ്യൽ മൊറാലിറ്റി ആണോ എന്ന ചോദ്യത്തിലേക്ക് എത്തി. അപ്പം അന്ന് വളരെ മനോഹരമായ ശബരിമല വിധി എഴുതിയ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പിന്നീട് സംഘപരിവാറിൻ്റെ വക്താവായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി കൊണ്ട് സോഷ്യൽ മൊറാലിറ്റിയെ മറികടക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ളൊരു രാഷ്ട്രീയ മാർഗം എന്താണ്? അല്ല, ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി പരാജയപ്പെടുന്നതല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ്. താല്പര്യങ്ങൾ സംരക്ഷണാർത്ഥം കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയെ നമ്മൾ ഒഴിവാക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന വിധം നമ്മൾ ജഡ്ജിമാരുടെ ചുമതല, സുപ്രീം കോടതിയുടെ ചുമതല ഭരണഘടനയുടെ സംരക്ഷണമാണ്. ഭരണഘടനാ സംരക്ഷണം ഭരണഘടനാ വാല്യൂസിൻ്റെ സംരക്ഷണമാണ്. ആ വാല്യൂസിനെയാണല്ലോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും പരാജയപ്പെടുന്നത് ഈ പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയത്തിൻ്റെ വ്യാപനം കൊണ്ട്. ഈ പറയുന്ന അപ്പർ കാസ്റ്റ് വിഭാഗങ്ങളിൽ അതിനുള്ള സ്വാധീനവും. ഇപ്പോൾ മോഡിയോടൊപ്പം ഡി വൈ ചന്ദ്രചൂഡ് പങ്കെടുക്കുന്നത് കല്യാണത്തിനോ മരിച്ചടക്കിനോ അല്ല, ഒരു ഹോമത്തിനാണ്. എന്താണ് ആരുടെ ഹോമം, എന്താണ് ഇതിൻ്റെ പരിപാടി? അതാണ്. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ മാത്രമല്ല, ഈ സുപ്രീം കോടതിക്കകത്ത് ഏറ്റവും കൂടുതലുള്ള ജഡ്ജിമാർ ഈ പറയുന്ന ന്യൂനപക്ഷമായിട്ടുള്ള വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അതല്ലാതെ ഭൂരിപക്ഷത്തിൽ നിന്നല്ല ജഡ്ജിമാർ വരുന്നത്. ദളിതരോ പിന്നോക്കക്കാരോ മുസ്ലിങ്ങളോ ഒന്നും അല്ല. ഇത് വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗത്തിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പല കോടതി വിധികളും ഈ നഗ്നമായി ഈ ഹിന്ദുത്വ അജണ്ടയെ പിന്താങ്ങുന്ന വിധമുള്ള വിധി പ്രഖ്യാപിച്ചിട്ട് ഒരു ജഡ്ജിക്കെതിരെയെങ്കിലും എന്തെങ്കിലും നടപടിയെടുത്തായിട്ട് നമുക്കറിയില്ല. ഞാൻ സാധനം വരുന്നില്ല. അപ്പം വളരെ വലിയൊരു ശൃംഖല ഇന്ത്യ ഭരിക്കുന്നവർ, അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ, ഈ ജഡ്ജിമാരായിട്ട് പോകുന്നവർ, ഇവരെല്ലാവരും കൂടി പരാജയപ്പെടുന്ന ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയും കോൺസ്റ്റിറ്റ്യൂഷനിലെ തത്വങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു പ്രബുദ്ധരായിട്ടുള്ള ഒരു പൗരസമൂഹമാണ് ഇതിനുള്ള മറുപടിയായിട്ടുള്ളത്. അതൊരു പൗരസമൂഹത്തിൻ്റെ സാധ്യത ഇപ്പോഴും ഇന്ത്യക്കകത്ത് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. സാധ്യതയുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വെറുതെ ഉയർത്തിപ്പിടിച്ചാൽ പോരാ, ആ തത്വങ്ങൾ ഇന്ത്യക്കകത്ത് നടപ്പിലാക്കണമെന്ന് പറയുന്ന ഒരു പൗരസമൂഹത്തിന് മാത്രമേ ഇന്ത്യയുടെ ഈ ക്രൈസിസ് മറികടന്ന് പോകാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹികമായ മുന്നേറ്റവും അതുപോലെ അംബേദ്കർ ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ച സ്റ്റേറ്റിൻ്റെ ഒരു ഇടപെടലും ഇന്ത്യയിൽ ഇനി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അംബേദ്കറിൻ്റെ രാഷ്ട്രീയമായ ചിന്തകളെ നമ്മൾ കുറച്ചുകൂടി അടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ പറഞ്ഞൊരു കാര്യം, ജനാധിപത്യം പൂർണ്ണമാകണമെങ്കിൽ ആശയങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രം പോരാ പാർലമെൻറ്റിൽ,
മറിച്ച് വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പ്രതിനിധികൾ കൂടി എത്തണം. അതാണ് ഒരു റെപ്രസെൻറ്റേഷനെ കുറിച്ചുള്ള വളരെ കൃത്യമായ വാക്യമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗങ്ങൾക്കും പങ്കാളിത്തമുള്ളൊരു ഗവൺമെൻറ് ഉണ്ടാവണം. അതാണ് നമ്മുടേതുപോലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സമൂഹത്തിനകത്ത് ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യാൻ ആ കൂടിയുള്ളൊരു ഉപാധി എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്ത് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നത് നിലനിൽക്കണമെങ്കിൽ, ആ ഗവൺമെൻറ് നിലനിൽക്കണമെങ്കിൽ ഒരു സോഷ്യൽ ഡെമോക്രസി ഇവിടെ ഉണ്ടായിരിക്കണം. എന്ന് പറയുന്നത് വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം ഡെമോക്രാറ്റിക് ആയിരിക്കണം എന്നാണ്. ഇന്ത്യയെ നോക്കി അതൊട്ടുമല്ല. ഇന്ത്യയിൽ സോഷ്യൽ ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം അംബേദ്കറിൻ്റെ ആശയങ്ങളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സോഷ്യൽ ഡെമോക്രസിയിൽ അധിഷ്ഠിതമായ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നതാണ്. അത് ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം വികസിതമായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലാണ് ജനാധിപത്യത്തിൻ്റെ വേരുകൾ കിടക്കുന്നതെന്നാണ് അംബേദ്കർ പറയുന്നത്. അംബേദ്കർ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കലി അദ്ദേഹം ഡെമോക്രസിയെ വികസിപ്പിക്കുകയും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാഴ്ചയുടെ പ്രാധാന്യത്തെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത ഒരാളാണ്. അതിൻ്റെ സമകാലീനതയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കണ്ടംപറാലിറ്റിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കേരളത്തിലെ ഗവൺമെൻറ് ഞാൻ പറയാം, കേരളത്തിലെ പ്രിവിലേജ്ഡ്, അണ്ടർ പ്രിവിലേജ്ഡ്, അൺപ്രിവിലേജ്ഡ് എന്ന 3 സെക്ഷൻ കേരളത്തിലുണ്ട്. ഒരിക്കൽ പോലും നിയമസഭയിലേക്ക് എത്താൻ കഴിയാത്ത നിരവധി വിഭാഗങ്ങൾ അൺറെപ്രസെൻറ്റഡ് ആയിട്ട് ഇവിടെയുണ്ട്. അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ട് വല്ലപ്പോഴുമൊക്കെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രിവിലേജ്ഡ് അവരെല്ലാം എപ്പോഴും അവിടെ കാണും. അപ്പോൾ ഇവർക്ക് നീതിയിലധിഷ്ഠിതമായ ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടുന്നൊരു ഗവൺമെൻറ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്തത് ഇവർ തമ്മിലുള്ള ബന്ധം ഒട്ടും ഡെമോക്രാറ്റിക് അല്ലാത്തതുകൊണ്ടാണ്. ഇതാണ് അംബേദ്കർ അവിടെയാണ് കടന്നു വരുന്നത്. നമ്മളിലേക്ക് അംബേദ്കർ, നമ്മുടെ രാഷ്ട്രീയ ചിന്തയിലേക്ക് അംബേദ്കർ കടന്നു വരുന്നത് ആ നിമിഷത്തിലാണ്. അത് ദളിതരുടെ പ്രശ്നമല്ലത് കേട്ടോ. രാഷ്ട്രത്തിൻ്റെ പ്രശ്നത്തിൽ, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തയിലാണ് അംബേദ്കർ ഇനി പ്ലേസ് ചെയ്യപ്പെടേണ്ടത്. ദളിതരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അത്. ദളിതരും അതിൻ്റെ ഒരു ഭാഗമാണേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഈയിടെ താങ്കളുടെ ഒരു പ്രസ്താവന ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രസ്താവനയായിരുന്നു. മതമല്ല പ്രശ്നം എന്നതും മതമാണ് പ്രശ്നം, അങ്ങനെ 2 മുദ്രാവാക്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം. അപ്പോൾ താങ്കൾ ആ ഒരു വിവാദത്തെ ഒന്ന് വിശദീകരിക്കുക. കാരണം പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുള്ളത് താങ്കൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വേദിയായിരുന്നു അത്. മീൻസ് പ്രസ്താവനയായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. അതൊന്ന് വിശദീകരിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഡിഗ്നിറ്റി, മനുഷ്യാന്തസ്സിൻ്റെ ഒരു സൈദ്ധാന്തികമായ ആശയപരമായ ഒരു തലം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ അത്ര മനസ്സിലാക്കപ്പെടുന്നതെന്ന കാര്യത്തിൽ സംശയമാണ്. ഞാൻ നല്ല ബോധ്യത്തിലാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ആ സ്റ്റാൻഡിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മതമാണോ അതോ വിശപ്പാണോ പ്രധാനം എന്ന ചോദ്യം ശുദ്ധ അസംബന്ധമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചോദ്യമേ ഇല്ല. തീർച്ചയായിട്ടും. കാരണം ഇത് രണ്ടും 2 ദൗത്യങ്ങളാണ് നിറവേറ്റുന്നത്. മതം ഒരു മനുഷ്യൻ്റെ അസ്തിത്വത്തെയും ആത്മീയ ജീവിതത്തെയും മാനസിക ജീവിതത്തെയും അഭിസംബോധന ചെയ്യുമ്പോൾ, വിശപ്പ് എന്നത് മനുഷ്യൻ്റെ ജൈവികമായൊരാവശ്യമാണ്. ഭക്ഷണം കിട്ടുക എന്നത് മാത്രമാണ്. വേറെ ഓപ്ഷൻ, ദർ ഇസ് നോ അതർ ഓപ്ഷൻ അറ്റ് ഓൾ. ഭക്ഷണം എന്നുള്ളതാണ്. അത് അവനും കൂടി രുചികരമായ ഭക്ഷണം ആയിരിക്കുകയും വേണം. അതെ, എന്നാലേ അവന് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഭക്ഷണമാണോ വേണ്ടത് അതോ മതമാണോ എന്ന് ചോദിക്കുന്നതിൽ തന്നെ ഒരു കൗശലമുണ്ട്. ഒന്ന്. രണ്ടാമതൊരു കാര്യം, മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പറയുന്നത് മനുഷ്യൻ തിന്നാൻ വേണ്ടി ജീവിക്കുന്നൊരു ജന്തുവാണെന്ന് അതിനൊരർത്ഥമുണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് ബൈബിളിലൊരു വാക്യമുണ്ട്. പിന്നെ എന്തുകൊണ്ട് കൂടിയാ? അപ്പത്തിന് കറി കൂടി വേണമെന്ന് ആണോ മനസ്സിലാക്കേണ്ടത്? അപ്പം മനുഷ്യൻ മാനസികമായ ജീവിതമുള്ളൊരു ജന്തുവാണ്. അതിനും ആഹാരം വേണം. അത് ആശയരൂപത്തിലാണ് ചെല്ലുക, വിശ്വാസത്തിൻ്റെ രൂപത്തിലാണ് ചെല്ലുക. ഭക്ഷണവും വേണം മനുഷ്യന്.
അതായത് ഈ ഭക്ഷണത്തെയും ഇപ്പോൾ ഈ ഇരിക്കുന്ന ബാഗാണോ നല്ലത് അതോ നിങ്ങളാണോ നല്ലതെന്ന് ചോദിക്കുന്നതിന് എന്താ കഥയിരിക്കുന്നത്? അതൊരു അസംബന്ധമായ കമ്പാരിഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഭക്ഷണം കൊടുത്ത് തീർക്കാവുന്ന ഒരു പ്രശ്നവും മനുഷ്യനില്ല. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യം ഭക്ഷണമാണെന്നുള്ളത് അത് ശരി തന്നെ. പിന്നെയും പിന്നെയും പറഞ്ഞിട്ടും നമ്മൾ അതിൽ നിന്ന് മുന്നോട്ട് പോകുന്നില്ല. പിന്നെയും പിന്നെയും ഭക്ഷണം എങ്ങനെ കൊടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭക്ഷണം ഇപ്പോൾ ഭക്ഷണം ഇല്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഉള്ളവൻ്റെ വീട്ടിൽ പോയി പൊതിച്ചോറ് കെട്ടി ഇല്ലാത്തവൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക. അതൊരു വലിയ വിപ്ലവമാണെന്ന് നമുക്ക് തോന്നുക. യഥാർത്ഥത്തിലൊരു നരകമാണത്. ഈ ഇല്ലാത്ത മനുഷ്യൻ്റെ അന്തസ്സിനെ പരിപൂർണമായും ഇല്ലാതാക്കുകയും മറ്റേവനില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ലെന്ന് അവനെക്കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യുന്ന നരകമാണത്. അവന് ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയാം, അത് ശരിയുമായിരിക്കും. പക്ഷെ അതൊരു നരകാവസ്ഥയാണ്. അതല്ല സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. പുരോഗമന ആശയമുള്ള സംഘടനയും അതല്ല പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഈ വീട്ടുകാരന് ജീവിക്കാനൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അവൻ്റെ മുന്നിൽ അവസരങ്ങൾ തുറന്നു കൊടുക്കുക എന്നുള്ള ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്. ഒരിക്കലും ഒരുത്തന് മീൻ കൊടുക്കരുത്, ചൂണ്ടയെ കൊടുക്കാവൂ എന്ന് പറയും. കാരണം നമ്മൾ മീനല്ല കൊടുക്കണേ, ചൂണ്ട തന്നെയാണ് കൊടുക്കണേ. അവൻ പോയി ഈ മീൻ കിട്ടുന്ന സ്ഥലം പുഴയാണെന്നും അവിടെ ഇരയിട്ട് ഈ ചൂണ്ടയിട്ടാൽ മീൻ കിട്ടുമെന്ന് അവൻ പഠിക്കുന്നതിലൂടെ അവനൊരു ജീവിതത്തെ ബിൽട്ടപ്പ് ചെയ്യുക. അങ്ങനെയാണ് മനുഷ്യൻ്റെ വികാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊന്നും സമ്മതിക്കാതെ ഭക്ഷണമാണ് കാര്യം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മതം മാത്രമാണ് കാര്യമെന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പൊന്നുമില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഞാൻ ആ കൂടി പറഞ്ഞത് മനുഷ്യൻ്റെ ഭക്ഷണം ആണ് കാര്യം. കപ്പ ഒഴുങ്ങി തിന്നാൽ തീരുന്ന കാര്യം മനുഷ്യനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഒരുപക്ഷെ മതത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് അതിനെതിരായിട്ട് വന്ന ഒരു മുദ്രാവാക്യം കൂടിയാണെന്നുള്ളൊരു സംഗതി കൂടി ഒരു സാധ്യതയില്ല ഇതിനകത്ത്. ഞാൻ പറഞ്ഞ ആ കറണ്ട് കോൺടെസ്റ്റ് നമ്മൾ കാണും. ഇപ്പോൾ കെ എം ഷാജി ഓരോ മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇന്ന് നേരിടുന്നൊരു സന്നിഗ്ധതയാണ് ആ വാക്കുകൾ പ്രതിനിധാനം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒട്ടും സുരക്ഷിതരല്ലെന്ന്. എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാവുന്നവരാ, എപ്പോൾ വേണമെങ്കിലും ഒരു കലാപത്തിന് ഇരയാകാവുന്നവരാ. ഇത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ? ഇത് അംഗീകരിക്കണം. ഇതിന് ഞങ്ങൾ അവർക്കൊപ്പമാണെന്ന് പറയുമ്പോഴാണ് ഡെമോക്രസി പുലരുന്നത്. അല്ല, അവരിലും കുറേ ഭീകരന്മാരുണ്ട്, അതുകൊണ്ട് അവരുടെ കൂടുന്നത് ഞങ്ങൾ എല്ലാം ഒന്ന് വേർതിരിച്ചൊക്കെ അറിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ശരിക്കും അവരെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കൽ കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കെ എം ഷാജി പറയും മതമാണ് പ്രശ്നം എന്ന് പറയുന്നതിൻ്റെ ഒരു കോൺടെസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇവർ പറയുന്നതിൻ്റെ കോൺടെസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. വിശപ്പാണ് പ്രശ്നം എന്ന് പറഞ്ഞു. കാരണം മനുഷ്യരുടെ വിശപ്പ് തീർന്നാൽ ഈ സാധനം കാണത്തില്ല. ഇവർ പറയുന്ന സിദ്ധാന്തമൊന്നും പിന്നെ നിൽക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് എവിടെയാണ്? ജിയോഗ്രഫിക്കലി അണ്ടർ ഡെവലപ്ഡ് ആയ സ്ഥലത്താണ്. അല്ലെ, നിങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ജിയോഗ്രഫി വെച്ച് പഠിച്ചു നോക്കൂ. ഞാനങ്ങനെ പഠിച്ച ആളാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ടാക്കാറുണ്ട്. ജിയോഗ്രഫിക്കലൊരു പ്രദേശം വികസിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താണ്, സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. അങ്ങനെയുള്ള വളരെ പരിമിതമായ ഒരു ആശയത്തെ വലിയ ലോക സിദ്ധാന്തമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരേ ഒരു വർഗ്ഗം ഇപ്പോൾ മലയാളികളായിരിക്കും. ഈ മലയാളികൾക്കുള്ളൊരു ഗുണം നുണ പറയാനൊരു മടിയില്ലാത്ത മനുഷ്യ. അവനൊരിക്കലും സത്യം പറയില്ല. അവൻ ഡബിൾ ടോക്കാണ് അവൻ്റെത് എപ്പോഴും. ആദ്യം വീട്ടിലൊന്ന് പറയും, പുറത്ത് വേറൊന്ന് പറയും. വീട്ടിലൊരു ജീവിതം, പുറത്ത് വേറൊരു ജീവിതം. അപ്പം അതുകൊണ്ട് ഷാജി അങ്ങനെ പറഞ്ഞതിൽ വലിയ അത്ഭുതത്തിന് അവകാശമില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നെക്കുറിച്ച് പറയും, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കാശ് മേടിച്ച് ജീവിക്കുന്നതാണ്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ കാശ് മേടിച്ച് ജീവിക്കുന്ന ആളാണ്. ജമാഅത്തെ ഇസ്ലാമി എൻ്റെ ജീവിതത്തെ പൊലിപ്പിക്കാൻ വേണ്ടി ഒരു പൈസ കൊണ്ട് തരുവാണെന്നിരിക്കട്ടെ, എനിക്ക് മേടിക്കാൻ അവകാശമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ കൊണ്ട് തരികയാണ്, എനിക്ക് മേടിക്കാൻ അവകാശമുണ്ട്. എനിക്കിപ്പം ആരും കൊണ്ടുത്തരണ്ട. ഞാൻ പണിയെടുത്ത് ജീവിച്ച ഒരാളാണ്. ഇപ്പോൾ 61 വയസ്സായി. ഞാൻ 60 വയസ്സ് വരെ പണിയെടുത്ത ഒരാളാണ്. ഈ മുദ്രാവാക്യത്തിൽ തന്നെ വന്ന ഇപ്പം മതമാണ് പ്രശ്നം എന്ന് പറയുന്നതിൻ്റെയും വിശപ്പാണ് പ്രശ്നം എന്ന് പറയുന്നതിൻ്റെയും ചില വശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ മതം മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ അതിനെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ ഡിഗ്നിറ്റിയുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, വിശപ്പിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ രണ്ട് പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു അതിർവരമ്പ് എവിടെയായിരിക്കണം എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇതിനകത്ത് അങ്ങനെ ഒരു അതിർവരമ്പിനെ കുറിച്ച്
ആലോചിക്കുന്നതിലാണ് ഒരു അസംബന്ധമുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് വെച്ച് ആലോചിക്കുന്നത് തന്നെ അബദ്ധമാണെന്നാണ് ഞാൻ പറയണത്. ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് വെച്ച് ആലോചിക്കേണ്ടതില്ല. വിശപ്പ് മനുഷ്യൻ്റെ ജൈവികമായൊരാവശ്യമാണ്. മതം ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്, പക്ഷേ മതം ഒരു ഐഡൻറ്റിഫിക്കേഷനാണ്. അത് പലതരത്തിലാണ് അത് യൂസ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ കലാപം നടത്താനായിട്ടുള്ള ഒരവസരം ഉണ്ടാക്കുന്നു. ഇനി സ്റ്റേറ്റിൻ്റെ ദ്രോഹത്തിന് വിധേയമാക്കാൻ ചില ഐഡൻറ്റിറ്റികൾ ആയി മതം മാറുന്നു. ഇപ്പം വസ്ത്രം കണ്ടാൽ ആൾക്കാർ ദേശവിരുദ്ധനാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറയുന്നതെന്ന് ഓർക്കണം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് മതമാണ് പ്രശ്നം എന്ന് പറയുന്നതിനകത്ത് എന്താ തെറ്റ്? പട്ടിണി പാവങ്ങൾ നിരവധിയായിട്ടുള്ള ഒരു സ്ഥലത്ത് അല്ല, അതിൻ്റെ ഒരു വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും മതമാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അതെ, അതാണ് അതിൻ്റെ പ്രശ്നം. പുള്ളി മതമാണ് പ്രശ്നം എന്നല്ല പറയുന്നത്. പുള്ളി അങ്ങനല്ല പറയുന്നത്. പുള്ളി യഥാർത്ഥത്തിൽ മതത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷനെയാണ് ദേശവിരുദ്ധതയായിട്ട് ഡിഫൈൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ആ ദേശസ്നേഹവും മതം കൊണ്ടാണ് അയാൾ ഡിഫൈൻ ചെയ്യുന്നത്. അല്ല, മതമാണ് പ്രശ്നമെന്ന് അദ്ദേഹം പറയുന്ന കോൺടെക്സ്റ്റ് തികച്ചും ഭിന്നമായ വേറൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഷാജി പറയുന്നതും നരേന്ദ്രമോദി പറയുന്നതും ഒന്നാണെന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം. അങ്ങനെ ആരും പറയാൻ സാധ്യതയില്ല. ഞാൻ ആയിട്ടുള്ള ആളും ഈ ഒപ്രസറും ഈ മതത്തെ തന്നെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഏക മാനദണ്ഡമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കെ എം ഷാജി ഒരു മതമാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മുദ്രാവാക്യമല്ല വിശപ്പാണെന്ന് പറയുന്നതെന്നാണ് ഞാൻ പറയുന്നത്. തിരിച്ചും വിശപ്പിനെ പ്രതിരോധിക്കാനുള്ളൊരു കാര്യമായിട്ട് മതത്തെ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് വെച്ച് ആലോചിച്ചാൽ ഒന്നുകിൽ നമുക്ക് വിശപ്പിനെ തള്ളിക്കളയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ മതത്തെ തള്ളിക്കളയണം. ഇത് രണ്ടും മനുഷ്യന് ആവശ്യമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. രണ്ടിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് തമ്മിലൊരു അതിർവരമ്പില്ലെന്നേ. കാരണം ഇത് രണ്ടും നേരിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നതല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ സമീപകാലത്ത് അധസ്ഥിത വർഗത്തോട് നമ്മുടെ ഭരണകൂടവും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളും ചെയ്ത ഏറ്റവും വലിയ ഒരു അനീതിയായിരിക്കും ഈ EWS എന്ന് പറയുന്നത്. അതിൻ്റെ രാഷ്ട്രീയം ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാമ്പത്തികമായി ദുർബല വിഭാഗങ്ങൾ എന്നല്ല അതിൻ്റെ അർത്ഥം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സവർണരിലെ സാമ്പത്തികമായി ദുർബലമായ വിഭാഗം, അത്രേ അർത്ഥം അതിനുള്ളൂ. EWS എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ എല്ലാ ദുർബല വിഭാഗവും ഇല്ല. സവർണരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം കൊടുക്കണം. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞൊരു ന്യായം, ആ വിഭാഗങ്ങളെ സഹായിക്കാൻ ഈ പറഞ്ഞ 16ാമത്തെ വകുപ്പ് ഞങ്ങൾക്ക് തടസ്സമായി വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവർ എന്നതിലേക്ക് സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർ എന്ന് എഴുതി ചേർക്കണം. എഴുതി ചേർത്താലേ ഇവർക്ക് വേണ്ട സഹായം സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ കണ്ടെത്തുകയും 103ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്ന് കേരളത്തിലെ സർവകക്ഷി രാഷ്ട്രീയം തീരുമാനിക്കുമ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഈ സംവരണം എന്താണ് എന്നതാണ്. അതിൻ്റെ ബാക്കിയുള്ള ഒരു വിശദാംശമുണ്ട്. ഒരു ഭരണഘടനാ തത്വമാണ് ഇന്ന് ഇന്ത്യയിലെ സംവരണം എന്ന് പറയുന്നത്. ഒരു ഭരണഘടനാ തത്വമാണ്. 15-16 വകുപ്പുകളാൽ നിർണയിക്കപ്പെട്ട ഒരു തത്വം. ഈ 103ാം ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുൻപ് ഈ 15-16 വകുപ്പുകളിലൂടെ, അതായത് സ്റ്റേറ്റിന് ഏതെങ്കിലും വിഭാഗം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് റിസർവേഷൻ കൊടുക്കാം. 16ാമത്തെ വകുപ്പ് ഏതെങ്കിലും വിഭാഗത്തിന് മതിയായ റെപ്രസെൻറ്റേഷൻ ഇല്ലെന്ന് സ്റ്റേറ്റിന് ബോധ്യപ്പെട്ടാൽ അവർക്കത് നൽകാവുന്നതാണ്. ഇതൊരു ഭരണഘടനാ തത്വമാണ്. അതായത് ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ ബോഡിക്കകത്ത് മതിയായ പ്രാതിനിധ്യത്തിന് എല്ലാ വിഭാഗത്തിനും അവകാശമുണ്ടെന്നാണ് ഈ പറയുന്നത്. അത് ഏതെങ്കിലും കുറേ മാന്യന്മാരാണെന്നും പറഞ്ഞ് കുറേ പട്ടന്മാർ കയറി ഭരിച്ചാൽ ശരിയായാലും തന്നെയാണ് പറയണേ. കേരളത്തിലെ ഈ സെക്രട്ടേറിയറ്റ് മുഴുവനും ഈ ശൂദ്രജാതികൾ ഭരിച്ചാൽ ശരിയാവില്ല, അത് തന്നെയാണ് ഈ പറയണേ. അത് ഈ പറയുന്ന മുസ്ലിങ്ങൾക്കും പിന്നോക്കക്കാർക്കും ദളിതർക്കും മത്സ്യത്തൊഴിലാളിക്കും ഒക്കെ അവസരം കൊടുക്കണം. അവന് അവസരം, അവൻ്റെ എണ്ണ എടുത്ത് നോക്കുക.
അവന് ജനസംഖ്യാനുപാതികമായ എണ്ണം ഇല്ലെങ്കിൽ അത്രയും എണ്ണം കൂടി ഉദ്യോഗസ്ഥരെ അവർക്ക് കൊടുക്കണം. ഇതൊരു തത്വം ഇങ്ങനെ പറയേണ്ടി വന്നത്, ഭരണഘടനയ്ക്കകത്ത് പറയേണ്ടി വന്നത് ഈ വിഭാഗങ്ങൾക്ക് നീതി സ്വാഭാവികമായും കിട്ടില്ല എന്നതുകൊണ്ടാണ് ഭരണഘടനാപരമായി ഇത് ഉറപ്പിച്ചത്. ഇന്ത്യയുടെ 17ാമത്തെ വകുപ്പ് കൂടി കൂട്ടി വായിക്കണം നമ്മൾ. അൺടച്ചബിലിറ്റി നിരോധിക്കുന്നതാണ് 17ാം വകുപ്പ്. അപ്പോൾ അങ്ങനെ ഭീകരമായൊരു ബഹിഷ്കരണ സമ്പ്രദായത്തെ നിരോധിക്കുന്ന ഒരു ഭരണഘടനയിലെ തത്വമാണ് സംവരണം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സാമൂഹികമായും വിദ്യാഭ്യാസമായും പുറന്തള്ളപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് കോൺക്രീറ്റായി ഒറ്റ അർത്ഥമേ ഉള്ളൂ, ജാതി ഘടനയ്ക്കകത്ത് പുറന്തള്ളപ്പെട്ടവർ എന്ന അർത്ഥം. ജാതി ഘടനയ്ക്കകത്ത് പുറന്തള്ളപ്പെട്ടവർ അവരാണ് അതിൻ്റെ മേജർ സെക്ഷൻ. അവർക്ക് റിസർവേഷൻ കൊടുത്ത് അവരുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പിച്ച് സ്റ്റേറ്റിനെ ഡെമോക്രാറ്റൈസ് ചെയ്യണമെന്നാണ്. എങ്ങനെയാണ് ഈ സാമ്പത്തിക സംവരണം നമ്മുടെ ഭരണഘടനാ പദ്ധതിയായ സംവരണത്തെ തുരങ്കം വയ്ക്കുന്ന ഒരു സംഗതിയായിട്ട് മാറുന്നത്? അല്ല, ഇതിൻ്റെ സംവരണത്തിൻ്റെ ഉദ്ദേശം ഇവർക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുക എന്നത് മാത്രമല്ല, ആ റെപ്രസെൻറ്റേഷനുള്ള സ്റ്റേറ്റിനെ ജനാധിപത്യവൽക്കരിക്കുക എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ അവിടെ സാമ്പത്തിക മാനദണ്ഡമാകുകയും കുറച്ച് നായന്മാരെ കൂടി, കുറച്ച് പട്ടന്മാരെ കൂടി, കുറച്ച് ബ്രാഹ്മണരെ കൂടി എടുക്കുമ്പം എന്ത് ജനാധിപത്യവൽക്കരണമാണ് അതേ തുടർന്നുണ്ടാകാൻ പോകുന്നത്? മറ്റേത് നമുക്ക് മനസ്സിലായി, ഈ പറയുന്ന ദളിതരോ പിന്നോക്കക്കാരോ വരുന്നതിൻ്റെ ഉദ്ദേശം കൂടി, ഇവർ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അപ്പോൾ സാമ്പത്തിക മാനദണ്ഡമാക്കുന്നതിലൂടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനിലൂടെ പുറന്തള്ളപ്പെട്ടു പോയ വിഭാഗങ്ങൾക്കുള്ള സവിശേഷമായ ഭരണഘടനാ അവകാശത്തെ പരിപൂർണമായി അട്ടിമറിക്കുകയാണ് EWCയിലൂടെ ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിലെ ദേവസ്വം ബോർഡിലെ ജോലി 95% ഈ സംവരണത്തിന് മുമ്പ് 95% ജോലിയും കൈവശം വെച്ചിരിക്കുന്നത് അമ്പലവാസികളും നായർ സമുദായമാണെന്ന് വ്യക്തമായ കണക്ക് പുറത്തു വന്നു. അവർക്ക് പിന്നെ എന്തിനാ 10% സംവരണം? അവിടെ 95% കൈവശം വെച്ചിരിക്കുന്നത്, പിന്നെ എന്തിനാ 10%? ഇനി പോട്ടെ, അത് അമ്പലമാണ്, ഞങ്ങൾക്ക് മണിയടിക്കാൻ പറ്റുള്ളൂ, ഞങ്ങളെ പൂ കിട്ടുള്ളൂ, അല്ലെ ഭഗവാൻ കോപിക്കൂ എന്നൊക്കെ പറയുന്ന വിദ്വാന്മാരവർ. ആയിക്കോട്ടെ, ദേവസ്വം ബോർഡ് ഇവിടെ 4 കോളേജുണ്ട്. അവിടെ നേരത്തെ എടുത്തൊരു കണക്കിന് പ്രകാരം 168 അധ്യാപകരിൽ 135 പേർ നായന്മാരാണ്. ഇവർക്ക് മാത്രമേ പഠിപ്പിക്കാൻ അറിയാവുള്ളൂ. ഇതെന്നാ നീ പറയുന്നത്? അവിടെ പിന്നൊരു 10% കൂടി ഇവർക്ക് എന്തിനാണ് കൊടുക്കുന്നത്? 138 ഉണ്ടല്ലോ, പിന്നെയും 10% വേണോ? അപ്പോൾ ഇതൊരു തികഞ്ഞ അനീതിയും ഈ സവർണ ഒളിഗാർക്കിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായ ഒരു നടപടിക്രമമാണ്. സംവരണം ഭരണഘടനാ തത്വം എന്നല്ല, സവർണ ഒളിഗാർക്കിയെ ദുർബലപ്പെടുത്തുന്നതാണത്. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇരിക്കുന്ന കസേരയിൽ മറ്റുള്ളവരും കൂടി കയറിയിരിക്കുന്നതിലൂടെ ആ ഒളിഗാർക്കിയെ ദുർബലപ്പെടും. ഇതങ്ങനെയല്ല, നേരെ തിരിച്ചാ. സവർണ ഒളിഗാർക്കിയെ ശക്തിപ്പെടുത്തുന്നതായതുകൊണ്ടാണ് അത് ഭരണഘടനാ വിരുദ്ധവും സംവരണത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരുമായ ഒരു നടപടിയാണ് EWS എന്ന് പറയുന്നത്. ഇതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതൽ BJP വരെ, BSP, SP ഈ എന്ന് വേണ്ട സകല കക്ഷികളും ഇതിനെ പിന്തുണച്ചപ്പോൾ ആ കൂടി ഇതിനെ എതിർത്ത IUML. IUMലും OIC 3 പേരാണ് ഇതിനെ എതിർത്തത്. ബാക്കി മുഴുവൻ ആൾക്കാർ ഇതിന് അനുകൂലമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഫീൽഡ് ഈ ഭരണഘടന അട്ടിമറിക്കാൻ BJPക്ക് ഒപ്പം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിപ്പോൾ ഇടതായാലും വലതായാലും ഫാഷിസ്റ്റുകളായാലും. ഞാൻ മാത്രമല്ല, ഇടത് അങ്ങനെ ആവുന്നതിൽ എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. അതിൻ്റെ കാര്യം അത് അവരുടെ മെയിൻ കാറ്റഗറി എന്ന് പറയുന്ന വർഗങ്ങളാണ്. അപ്പോൾ ജാതിക്ക് കൊടുക്കാൻ പാടില്ലെന്നേ, ജാതിക്ക് കൊടുക്കാൻ പാടില്ല, അത് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാണെന്നാണ് 57 ഗവൺമെൻറ്റിൻ്റെ 1ാം ഭരണപരിഷ്കാര റിപ്പോർട്ടിൻ്റെ ആമുഖത്തിൽ EMS പറഞ്ഞിട്ടുള്ളൊരു കാര്യം സംവരണം പടിപടിയായി സാമ്പത്തിക മാനദണ്ഡത്തിലാക്കണമെന്നാണ്. ഇത് അന്ന് മുതലേ പുള്ളിക്കുള്ള അഭിപ്രായമാണ്, മനസ്സിലായോ? പക്ഷെ ആ അഭിപ്രായം അന്ന് പാർട്ടി അംഗീകരിച്ചില്ല. അംഗീകരിക്കുന്ന തലത്തിലേക്ക് വരാനുള്ള കാരണം അതുകൊണ്ടാണ് അത് തൽക്കാലം മൂടി വെച്ചത്. ആവശ്യമായപ്പോൾ അതെടുത്ത് പ്രയോഗിച്ചു. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നതാണ്, നമ്മൾ ഒരു ഭരണഘടനയുടെ കീഴിലുള്ളൊരു രാഷ്ട്രമാണെന്നും ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്നും ഇതിൻ്റെ സമ്പത്തിലും അധികാരത്തിലും എല്ലാ ജനവിഭാഗങ്ങൾക്കും പങ്കുണ്ടെന്നും
നമ്മൾ ഇന്ത്യൻ ഭരണഘടന പറയുന്നതിന് പ്രകാരം നമ്മൾ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള പൗരന്മാരാണ്. ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളോ ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഒരു പൗരസമൂഹമോ ഇന്ത്യയിലില്ല. ഇതാണ് നമ്മുടെ ദുരന്തത്തിൻ്റെ അടിസ്ഥാനം. അതിനോടൊപ്പം ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ അങ്ങനെയാണ്. ആ, നമ്മുടെ കോടതികളുടെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ ഇന്ത്യയുടെ ആദ്യത്തെ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കേസ് ചെമ്പകംതുറ കേസ് മുതലും കൂടി പരിശോധിച്ചാൽ എപ്പോഴും ഭൂരിപക്ഷം സന്ദർഭങ്ങളിലും സംവരണ വിരുദ്ധ മനോഭാവം വെച്ച് പുലർത്തിയ ഒരു കോടതിയാണ്. ഈ ഒ ബി സി സംവരണം ഏർപ്പെടുത്തിയപ്പോൾ കോടതി ആദ്യം ചെയ്തത് അത് സ്റ്റേ ചെയ്തിട്ട് പിന്നീട് വാദം കേൾക്കാമെന്നാണ് തീരുമാനിച്ചത്. എന്നാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്ന് പറയുന്ന ഈ സംവരണത്തിൻ്റെ കേസ് വന്നപ്പോൾ സ്റ്റേ ചെയ്യേണ്ടല്ല, സംവരണം തുടർന്നോട്ടെ, നമുക്ക് വാദം കേട്ട് തീരുമാനം പറയാം എന്നാണ് തീരുമാനിച്ചത്. ഈ വൈരുദ്ധ്യം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് വൈരുദ്ധ്യമൊന്നുമില്ല അതിനകത്ത്. അത് ഈ സവർണ താല്പര്യമാണ് അതിൽ നിന്ന് പുറത്ത് ചാടുന്നത്. നമുക്കത് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റണം. സുപ്രീം കോടതി ജഡ്ജി ആയതുകൊണ്ട് പുള്ളി ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളാണ് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. അങ്ങനല്ല. ഇതിൻ്റെ ആൾക്കാരാ, ഇതിൻ്റെ ആശന്മാരാ, ഈ ജാതിയുടെയും താല്പര്യം. നിങ്ങൾക്കറിയാം, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ബ്രാഹ്മണർക്ക് മാത്രം വെള്ളം എടുക്കാൻ കിണർ കുത്താൻ തീരുമാനിച്ചൊരു വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ്. ഈ രോഹിത് വെമുല മരിക്കുമ്പോൾ അപ്പാറാവു എന്ന് പറയുന്ന പുള്ളിയാണ് തീരുമാനിച്ചത്. പുള്ളിയായിരുന്നു അന്ന് വൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വിചിത്ര ജന്തുക്കളുള്ളൊരു സ്ഥലമാണ്. പുള്ളി അവിടുത്തെ വൈസ് ചാൻസലറാണ്. പുള്ളി തീരുമാനിക്കുന്നത് ടച്ചബിൾസിന് മാത്രം വെള്ളം എടുക്കാനൊരു കുളം കുത്താൻ ക്യാമ്പസിനകത്ത്. അയാൾ എന്തൊരു ജീവിയാണ്, നമ്മളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഇവർ സുപ്രീം കോടതി അങ്ങനെ പറയുന്നതുകൊണ്ട് സുപ്രീം കോടതി സുചിന്തിതമായ താല്പര്യങ്ങളാണ് പുറത്തു ചാടുന്നത്. നമ്മൾ കാണണം. അപ്പോൾ പിന്നോക്ക സംവരണത്തിനെതിരാവുക, മുന്നോക്ക സംവരണത്തിന് അനുകൂലമാവുക. നമ്മൾ നോക്കി, മുന്നോക്ക സംവരണത്തിൻ്റെ EWSൻ്റെ ഓർഡർ വന്നു വിതിൻ 24 hours. അത് കേരളത്തിൽ നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ പരാതി പരിഹാര സെല്ലടക്കം അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 10-60 വർഷമായിട്ട് ദളിതർക്കൂടെ പട്ടികക്കാർക്കൂടെ സംവരണമുണ്ട്. അവർക്ക് പരാതി സെല്ലില്ല. മനസ്സിലായോ? ആ 24 പറയുന്നത് ഈ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഈ EWSൻ്റെ നിയമം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ ഒഴിവ് വരെ ഇതിൽ പെടുത്താൻ പറ്റുമെന്നുള്ള ആലോചന നടക്കുവാന്നാണ് പറഞ്ഞത്. അവിടെ പിന്നെ ഒരു ഇടപെടൽ നടത്തിയാണ് അത് തടഞ്ഞത്. അപ്പോൾ ഇതന്നെ ഇവരുടെ താല്പര്യം എന്നാണ്. അപ്പോൾ ഇവരെല്ലാവരും, ഞാൻ പറയുന്നൊരു കാര്യം, ഇവരെല്ലാവരും സവർണ ഒളിഗാർക്കിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അറിഞ്ഞും അറിയാതെയുമൊക്കെ അവരതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തുറന്ന് പറയാനുള്ള ധൈര്യം നമ്മുടെ സാംസ്കാരിക നായകന്മാർ, അതും നായന്മാരാണ്, അതാണ് വേറെ തമാശ. അതിനകത്ത് ഇവരാ ഭൂരിപക്ഷം. ഇവർ തറവാട്ട് മഹിമയും അവരുടെ ആഭിജാത്യത്തെക്കുറിച്ചും അവർ യുദ്ധവീരന്മാരായിരുന്നു എന്നുള്ള കള്ളക്കഥയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അല്ലെ ഭയങ്കര സൗമ്യത. എന്താണ് ഈ സൗമ്യതയുടെ അർത്ഥം? ഇവർ കാണിക്കുക സാംസ്കാരിക നായകന്മാരെ ശ്രദ്ധിച്ചില്ല കേരളത്തിൽ. ഒരു പ്രത്യേകതരം ജീവികളാണ് അവർ. ഒച്ച വർത്താനം പറയില്ല, ബഹളം വയ്ക്കില്ല, വളരെ ശാന്ത സ്വരൂപനായിരിക്കും, അത് പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ചവരായിരിക്കും, മെല്ലിച്ച മനുഷ്യരായിരിക്കും. ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. എന്തിനാ ഇങ്ങനെ മനുഷ്യർ? ഇവരെന്താ കൺസ്യൂം ചെയ്യുന്നത്? ഇവരെന്താണ് ഭക്ഷിക്കുന്നത്? സവിശേഷമായ ഒരു മനോനിലയാണത്. കൺമുന്നിൽ ഒരു അനീതി കണ്ടാൽ അതെന്താണെന്ന് ചോദിക്കാതിരിക്കുന്ന ഒരു ശീലമാണ്. എന്നിട്ട് തൊട്ട് അടുത്ത സ്റ്റേജിൽ കയറി നീതിയുടെ ചരിത്ര സഞ്ചാരത്തെക്കുറിച്ച് 3 മണിക്കൂർ പറയാനായിട്ട് ഒരു വിഷമമില്ലാത്തവരാരും. അവരൊക്കെ പോകുന്ന വഴിക്ക് ഒരു സ്ത്രീയെ ഒരാൾക്കൂട്ടം തടഞ്ഞു വെച്ചാൽ നിങ്ങളെന്തിനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കാതെ നേരെ ചെന്ന് സ്റ്റേജിൽ കയറി നീതിയുടെ ചരിത്ര സഞ്ചാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയും വിചിത്ര മനുഷ്യരവരൊക്കെ പലരും. അപ്പോൾ നമ്മൾ ഈ വിമോചന സമരത്തിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇടതും വലതും ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ പറയുന്ന സവർണ ഒളിഗാർക്കിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ EWSൽ എത്തി നിൽക്കുമ്പോഴും ആ സവർണ ഒലിഗാർക്കിയുടെ താല്പര്യങ്ങൾ തന്നെയാണ് സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ എത്രയോ പേർക്ക് സീറ്റ് വാഗ്ദാനം ചെയ്യുക, അത് നിഷേധിക്കുക. ഇപ്പോൾ ഇവിടെ ഈ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ
UDF സ്ഥാനാർത്ഥി ജോസഫ് വാഴക്കനാണെന്നാണ് ആദ്യം കേട്ടത്. പുള്ളി പോസ്റ്റർ അടിച്ചു, ബോർഡ് ഒടിച്ചു. അത് കഴിഞ്ഞപ്പോൾ കേട്ടു വേറൊരാളാണ്. അത് വെറുതെ കളഞ്ഞു, പുള്ളിയുടെ കുറേ പൈസ പോയി. അങ്ങനെയൊക്കെയുള്ള വലിയ ദുരന്തങ്ങൾ നേരിട്ടിട്ടുണ്ട് കേരളത്തിലെ UDF കക്ഷികൾ. അപ്പോൾ അവർക്കാർക്കും ഇല്ലാത്ത എന്തോ ഭീകരമായൊരു ആക്രമണമാണ് ഞാൻ നേരിടുന്നത്. ഓ, ഞാൻ അധികമായി എന്ത് കുറ്റമാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം തിരഞ്ഞെടുപ്പോ അതൊന്നും അല്ല, നമ്മളെ അവർക്ക് മുന്നിൽ വിസിബിളായി വന്നപ്പോൾ ആക്രമിച്ച് നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഉദ്ദേശമാണ്. അല്ല, ഇത്തരം ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് ഒരു ജാതി വിരുദ്ധ രാഷ്ട്രീയം ഉയർന്നു വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ എന്നുള്ളത്? അത് മൊത്തത്തിൽ അവർ ജാതി വിരുദ്ധരാകുമെന്നൊന്നും ഞാൻ വിചാരിച്ചു. ഈ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ അംഗത്വം എന്നൊക്കെ പറയുന്നത് ഒരു സാങ്കേതികമായ ഒരു പ്രൊസീജിയറലായിട്ടുള്ള ഒരു കാര്യമാണ്. ആ, അപ്പോൾ എനിക്കുള്ള ആത്മവിശ്വാസം ഉള്ളൂ. എനിക്ക് സീറ്റ് കിട്ടിയാൽ, ഞാൻ ജയിച്ചാൽ, സഭയിൽ ചെന്നാൽ ഇവർ ഈ കാണിക്കുന്ന നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ കാര്യങ്ങളെ തുറന്ന് കാണിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അത് തിരുത്താൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇവരെല്ലാവരും കൂടി അത് സംരക്ഷിച്ച് നിർത്തുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് തിരുത്താനൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണെന്ന് ജനത്തോട് അവിടെ കേൾക്കും എന്നുള്ളതാണ്. പറയാൻ പറ്റുമായിരുന്നു. ആ ഒരു സാധ്യത പോലും അവർ അടച്ചു കളഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ ദളിത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സും മാർക്സിസവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമാണ്. ഇപ്പോൾ അംബേദ്കർ ആണെങ്കിൽ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ്സ് ആൻഡ് മൈനോറിറ്റീസിൽ അദ്ദേഹം ഈ വിഭവങ്ങളുടെ നാഷണലൈസേഷനെ കുറിച്ച് വിഭാവനം ചെയ്യുന്നുണ്ട്. ഈ ഭരണഘടനാ നിർമ്മാണ വേളയിലായെങ്കിലും അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റിൽ വിഭവങ്ങൾ പൊതുസ്വത്തായിരിക്കണം എന്നൊരു സങ്കല്പം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അത് അത്തരം ഒരു പദ്ധതിക്ക് ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രസക്തിയുണ്ടോ? അതെങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? അത് കെയ്ൻസിൻ്റെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വെൽഫെയറിസം എന്ന് പറയുന്ന സ്കീമിനകത്താണ് അംബേദ്കർ വിശ്വസിച്ചിരുന്നത്. ഏകപക്ഷീയമായ നിർദ്ദയമായ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയെ തള്ളിപ്പറയുന്നതോടൊപ്പം ഈ നിർദ്ദയമായ സോഷ്യലിസ്റ്റ് സംവിധാനത്തോടും അംബേദ്കർക്ക് പ്രതിപത്തി ഉണ്ടായിരുന്നില്ല. മറിച്ച് സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങൾ മാതൃകയാക്കിയ വെൽഫെയറിസം എന്ന് പറയുന്ന കെയ്നീഷ്യൻ എക്കണോമിക്സിലാണ് അംബേദ്കർ ആകൃഷ്ടനാവുന്നത്. സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയുന്നൊരു പദ്ധതിയാണ് അംബേദ്കർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതേപടി തന്നെ ഇന്നത്ര പ്രസക്തമല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം സ്റ്റേറ്റ് പൂർണ്ണമായും വെൽഫെയർ മെഷേഴ്സിൽ നിന്നും ബഹുദൂരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനെ ഇനി വെൽഫെയർ മെഷേഴ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ അതിനും പകരം ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ബഹുജനങ്ങൾക്ക് കൂടി അത് വിഭവങ്ങളുടെ മേൽ പങ്കാളിത്തമുള്ള ഒരു നേഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ വിഭാവന ചെയ്യാൻ പറ്റുന്നത് എന്ന ആലോചനയ്ക്കാണ് പ്രാധാന്യമുള്ളത് എന്നെനിക്ക്. ഭൂമി മുഴുവൻ നാഷണലൈസ് ചെയ്യണമെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്ന ആളാണ് അംബേദ്കർ. അങ്ങനെ നാഷണലൈസ് ചെയ്താൽ തന്നെ അതിൻ്റെ പങ്കാളിത്തം, വിഭവങ്ങളിലെ പങ്കാളിത്തം ഈ കീഴ്ത്തട്ട് ജനതയ്ക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് ഇന്ത്യയുടെ ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ അതിൽ നിന്നും മാറി അവർക്ക് തന്നെ ഉടമസ്ഥത കിട്ടുന്ന വിധമുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇനി മാറാൻ പറ്റത്തുള്ളൂ. വെൽഫെയറിസത്തിലേക്ക് പൂർണ്ണമായിട്ടും നമുക്ക് പോകാൻ പറ്റില്ല എന്ന് തന്നെ ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അംബേദ്കർ അന്ന് മുന്നോട്ട് വെച്ച വിഭവങ്ങളുടെ നാഷണലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ന് പ്രായോഗികമായൊരു പദ്ധതിയായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ തന്നെ അതിൻ്റെ പല എലമെൻസും നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അത് പൂർണ്ണമായിട്ട് അതേ രൂപത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റിക്കൊള്ളണം എന്ന് പറയുമ്പോഴും ഈ പുതിയ നിയോ ലിബറൽ സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ വിഭവങ്ങളുടെ വിതരണം അത് ജാതിയാടിസ്ഥാനത്തിലല്ലെങ്കിൽ പോലും മറ്റ് ഇപ്പോൾ ഈ പറയുന്ന ക്ലാസ് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ പോലും ഒരു ചുരുക്കം വരുന്ന ന്യൂനപക്ഷത്തിലേക്ക് വിഭവങ്ങൾ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടായിരുന്നതിനേക്കാൾ രൂക്ഷമായ നിലയിൽ രാജ്യത്തെ വിഭവങ്ങൾ ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടി കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇന്ന് അംബേദ്കർ ജീവിച്ചിരിക്കുകയായിരുന്നു എന്ന് വിചാരിക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന പദ്ധതി എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? അത് ഈ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചെറു ന്യൂനപക്ഷത്തിലേക്ക് ഇന്ത്യൻ
വിഭവങ്ങൾ കേന്ദ്രീകരിക്കുന്നത് സ്റ്റേറ്റിൻ്റെ പരിപൂർണമായ പ്രൊട്ടക്ഷനോട് കൂടിയാണ്. അതല്ലാതെ അദാനിക്കിതൊന്നും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റില്ല. മോഡി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായ സപ്പോർട്ട് എന്ന് പറയാൻ പൂർണ്ണമായ അർത്ഥത്തിൽ അയാൾക്ക് എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് മൂലധനം ഒഴുകുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കിയും വിദേശത്ത് പോകുമ്പോൾ അവിടെ നിന്നുള്ള കോൺട്രാക്ട് തന്നെ നേരിട്ട് മേടിച്ചു കൊടുക്കുന്ന ആളാണ് മോഡി എന്ന് അറിയുന്നത്. ഇയാളും കൂടെ പോകാറുണ്ടത്രേ. അവിടെ ചെല്ലുമ്പോൾ വൈദ്യുതി വിതരണത്തിൻ്റെ ശ്രീലങ്കയിലെ വൈദ്യുതി വിതരണത്തിൻ്റെ കോൺട്രാക്ട് ഇയാൾക്ക് കൊടുക്കണമെന്ന് മോഡി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത്. അത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ പരിപൂർണമായ സപ്പോർട്ടോടു കൂടിയാണ് ഈ മൂലധന കേന്ദ്രീകരണം വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിലേക്ക് വരുന്നത്. അപ്പോൾ യഥാർത്ഥ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണെങ്കിൽ മൂലധനം ഇങ്ങനെ വളരെ ചെറിയ ന്യൂനപക്ഷത്തിലേക്ക് മൂലധനത്തിനൊരു കേന്ദ്രീകരണ സ്വഭാവമുണ്ട്, കേന്ദ്രീകരിക്കാനുള്ള ഒരു സ്വയം സ്വഭാവമുണ്ട്. പക്ഷേ ഈ മൂലധനത്തിന് മേൽ ഒരു നിയന്ത്രണം സാധ്യമാണോ എന്നുള്ള അന്വേഷണമാണ് പൊളിറ്റിക്സിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒരു ബഹുജന നിയന്ത്രണത്തിന് സാധ്യതയുള്ള സംഭവം മൂലധനം എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കാൻ മാത്രമല്ല, അതൊരു തിയറി മാത്രമാണ്. മൂലധനത്തിൻ്റെ മേൽ സ്റ്റേറ്റിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്, യാതൊരു സംശയമില്ല. അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തി ജനങ്ങളോട് ആക്രമണോത്സുകമായി ഇടപെടുന്ന പദ്ധതികളെ നിയന്ത്രിക്കാനും ഇപ്പോൾ ഇവിടുത്തെ എണ്ണപ്പാടങ്ങൾ കൊള്ളയടിക്കാൻ, ഇവിടുത്തെ ബോക്സൈറ്റ് കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ എല്ലാവിധ ഒത്താശകളും ചെയ്യാൻ ആദിവാസികൾ മുഴുവൻ വെടിവെച്ച് കൊല്ലുന്നൊരു ഗവൺമെൻറ് അവിടെ ഉള്ളത്. മറിച്ച് നീ ബോക്സൈറ്റ് കൊണ്ടുപോകാൻ വരട്ടെ എന്ന് പറയേണ്ട ഗവൺമെൻറ് ആദിവാസികളെ അവിടെ നിന്ന് ഓടിച്ചു വിടാനായിട്ട് ശ്രമം നടത്തുക. അങ്ങനെ ക്ലീൻ ഔട്ടാക്കി കഴിയുമ്പോൾ ഇയാൾ വലിയ മുതലാളിയായി മാറുക. അപ്പോൾ അയാൾ വലിയ മുതലാളിയായിപ്പോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് വിടുക. യഥാർത്ഥത്തിൽ ഈ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ മൂലധന കേന്ദ്രീകരണം നടക്കുന്നത്. ഒരു ഉദാഹരണം ഈ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഒരു പോസിബിലിറ്റിയാണ്. ഈ ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റത്തിനകത്ത് ഇൻകത്തിന് ടാക്സ് ഉള്ളൂ, സ്വത്തിനല്ല ടാക്സ്. യഥാർത്ഥത്തിൽ സ്വത്തിന് ടാക്സ് ഏർപ്പെടുത്തിയാൽ ഇന്ത്യക്കകത്ത് സ്വരൂപിക്കപ്പെട്ട മൂലധനത്തിൽ 1% ടാക്സ് ഏർപ്പെടുത്തിയാൽ ഇന്ത്യയിലെ മുഴുവൻ വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യർക്കും ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മോഡി ഇത് ചെയ്യാത്തത്? ഇതാണ് ചോദ്യം. ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാലാവസ്ഥയിൽ പെട്രോളിന് വില കൂടിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ തീരുവ കുറച്ചു. ആർക്ക് ഗുണം ചെയ്യുന്ന ഈ പറയുന്നത്? എണ്ണ കമ്പനികൾക്ക് ഗുണം ചെയ്യുള്ളൂ. ഇന്നത്തെ വാർത്തയാണ്. അപ്പോൾ എണ്ണ കമ്പനികൾക്ക് ഗുണം ചെയ്യുന്ന തീരുമാനം എടുക്കുക, നമ്മളുടെ വിഭവങ്ങൾ കൊള്ളയടിക്കാൻ എല്ലാ അവസരവും ഉണ്ടാക്കി കൊടുക്കുക, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സംവിധാനം ഉണ്ടാക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നതിലൂടെയാണ് ഈ മൂലധനം കേന്ദ്രീകരിക്കുന്നത്. അപ്പം നമ്മളൊരു ജനാധിപത്യ ഗവൺമെൻറ്റിന് രൂപം കൊടുത്താൽ ഈ വഴിക്ക് ആലോചിക്കേണ്ടി വരും, മാറി ആലോചിക്കേണ്ടി വരും. ഇത് ഈ അന്താരാഷ്ട്ര മൂലധന ഭീമന്മാരെ തീറ്റിപ്പോറ്റിയാൽ മാത്രമേ ഒരു രാഷ്ട്രത്തിൽ നിൽക്കാൻ കഴിയൂ എന്നുള്ള ഈ ട്രംപിൻ്റെയൊക്കെ ഒരു കാലയളവിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം യഥാർത്ഥത്തിൽ അവിടുത്തെ ഇറാനിലെ ഈ പറയുന്ന ആണവായുധം തകർക്കാനൊന്നും ആയിരുന്നില്ല യുദ്ധം, എണ്ണയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം നടന്നെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ലോകത്തിനും മനസ്സിലായി. അപ്പോൾ അത് ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുക, യുദ്ധം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക, കരയുദ്ധത്തിലേക്ക് കടക്കുന്ന സ്ഥിതിയാവും. എന്തിനാണ് ഇവർ ഇത്രയും യുദ്ധം ചെയ്യുന്നത്? അപ്പം ഇത്തരം താല്പര്യങ്ങളല്ലേ ലോകത്തുനിന്ന് ഒഴിഞ്ഞു പോകേണ്ടത്. അല്ലെ മൂലധനം സ്വയം ഒരു കുറ്റവാളി അല്ലല്ലോ. ഇതിൻ്റെ ഈ സ്റ്റേറ്റിൻ്റെ സമ്മതത്തോടു കൂടി നടക്കുന്ന അതിക്രമങ്ങളെയാണ് നമ്മൾ മൂലധനമായിട്ട് തെറ്റിദ്ധരിക്കുക യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ മൂലധന വിരുദ്ധനല്ല, അതായി പറയുന്നത്. ഞാൻ മൂലധന വിരുദ്ധനല്ല. പക്ഷേ മൂലധനത്തെ കയറൂരി വിടരുത്, അത് സ്റ്റേറ്റാണത് കയറൂരി വിടുന്നത് എന്ന് നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട്, കൃത്യമാണത്. സ്റ്റേറ്റ് അനുവാദം ഇല്ലാതെ ഒരു മൂലധനവും ഒരു സ്റ്റേറ്റിലും കയറി ഇടപെടുന്നില്ല, പറ്റത്തില്ല അത്. അപ്പോൾ സ്റ്റേറ്റിന് ഒരു നിയന്ത്രണത്തിൻ്റെ
ബോധ്യവും സംവിധാനവും ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാമെന്നല്ലേ അതിൻ്റെ അർത്ഥം. പക്ഷേ അംബേദ്കർ നമ്മൾ മുന്നോട്ട് വെച്ചത് ഒരു സ്റ്റേറ്റ് സോഷ്യലിസത്തിൻ്റെ അല്ലെങ്കിൽ നാഷണലൈസേഷൻ്റെയോ ഒക്കെ ആ, ഒരു സമ്പദ്ഘടനയുടെ ഒരു പുനഃസംഘടന സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നത്. ആ അർത്ഥത്തിൽ അദ്ദേഹം മാർക്സിസ്റ്റ് വിരുദ്ധനായിരുന്നോ അതെയോ മാർക്സിസത്തെ തിരുത്തുകയാണോ അദ്ദേഹം ചെയ്തത്? മാർക്സിസത്തിൻ്റെ ഒരു യുക്തിയിലല്ല അദ്ദേഹം ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, വെൽഫെയറിസത്തിൻ്റെ ലോജിക്കാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നത്. വെൽഫെയറിസത്തിൻ്റെ ലോജിക് കൈനീഷ്യൻ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് നിന്നിട്ടാണ് അദ്ദേഹം ഈ തിയറി വികസിപ്പിക്കുന്നത്. അപ്പോൾ ഭൂമി നാഷണലൈസ് ചെയ്യണം, ഇൻഷുറൻസ് നാഷണലൈസ് ചെയ്യണം, സ്റ്റീൽ ഇൻഡസ്ട്രി നാഷണലൈസ് ചെയ്യണം, ചെറുകിട ഇൻഡസ്ട്രി സാധാരണ മനുഷ്യർ ചെയ്യട്ടെ, പിന്നെ കൃഷിയിടങ്ങളുടെ വ്യാപ്തി വലുതാക്കണം തുടങ്ങിയുള്ള സംഭവങ്ങളെല്ലാം വരുന്നത് മാർക്സിസമായിട്ട് ഒരു ബന്ധമില്ല. അത് വെൽഫെയറിസമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലോജിക്ക്. മാർക്സിസത്തിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ് സോഷ്യലിസം അല്ലത്. മാർക്സിസം സ്റ്റേറ്റ് സോഷ്യലിസം അല്ല. അതൊരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ സംബന്ധിച്ച രണ്ട് മാതൃകകളാണ് അത് ഉണ്ടാക്കിയത്. ഒന്ന് ചൈനീസ് മാതൃകയും മറ്റൊന്ന് ലെനിൻ സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കിയ മാതൃകയുമാണ്. ഈ രണ്ട് മാതൃകകളും അതിജീവിക്കാൻ പര്യാപ്തമല്ലെന്ന് സ്വയം തെളിയിച്ചതാണ്. അത് സ്റ്റേറ്റ് സോഷ്യലിസം അല്ലത്. അത് വേറൊരു കാര്യമാണ് നടക്കുന്നത്. മാർക്സിസത്തിൻ്റെ യുക്തിയിൽ ഒരു സ്റ്റേറ്റ്, വാട്ട് ഷുഡ് ബി എ സ്റ്റേറ്റ് എന്ന ചോദ്യത്തിന് ലെനിൻ ഉണ്ടാക്കിയ സ്റ്റേറ്റ്, പിന്നീട് സ്റ്റാലിനും ഒക്കെ വന്ന സ്റ്റേറ്റ് ഒരു അതിജീവിക്കാൻ പ്രാപ്തമായൊരു സ്റ്റേറ്റ് തെളിയിച്ചു. മാവോ നേതൃത്വം കൊടുത്തുണ്ടാക്കിയ ചൈനീസ് മോഡലും ഏതാണ്ട് പരിപൂർണമായി റിവേർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ മാർക്സിസം ആ നിലക്ക് ഒരു സ്റ്റേറ്റ് എന്ന നിലക്ക് സ്റ്റേറ്റ് നിർമ്മാണത്തിൽ, ഓക്കെ അങ്ങനെ വേണേൽ പറയാം, സ്റ്റേറ്റിനെ നിർമ്മിക്കുന്നതിൽ പരാജയപ്പെട്ടൊരു സിദ്ധാന്തമാണ്. അതാണ് തെളിയിക്കപ്പെട്ടൊരു കാര്യം. ലെനിനിസവും മാവോയിസവും നമ്മുടെ മുമ്പിൽ ഉണ്ട്. അങ്ങനെ പറയുമ്പോഴും ഈ ജാതി ഡിവിഷൻ ഓഫ് ലേബറേഴ്സ് ആണെന്നാണ് അംബേദ്കർ അഭിപ്രായപ്പെട്ടത്. അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അങ്ങനെ? അദ്ദേഹം ഈ വാദം ജാതി കാസ്റ്റ് ഡിവിഷൻ ഓഫ് ലേബർ, അതെ, അത് ഡിവിഷൻ ഓഫ് ലേബർ മാത്രമല്ല എന്നാണ് പറയുന്നത്. അതായത് അംബേദ്കർ പറയുന്ന വാക്യം ഇതാണ്: കാസ്റ്റ് എന്നത് തൊഴിൽ വിഭജനം മാത്രമല്ല, തൊഴിലാളികളുടെ വിഭജനം കൂടിയാണ്. അപ്പോൾ അത് കണക്കിലെടുക്കാതെയുള്ള തിയറൈസേഷൻ ദോഷം ചെയ്യുമെന്നാണ് ഈ പറയുന്നത്. അതായത് തൊഴിലാളികളുടെ വിഭജനം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് കാസ്റ്റിനെ നമ്മൾ പ്രോബ്ലമാറ്റൈസ് ചെയ്യുന്നത്, പ്രശ്നവൽക്കരിക്കാൻ നമ്മൾ തുടങ്ങുന്നത്. ചില തൊഴിലുകൾ ചില ജാതികൾക്ക് മാത്രമായി അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് തൊഴിലാളികളുടെ വിഭജനം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം തോട്ടിപ്പണി. അപ്പോൾ തോട്ടിപ്പണി ഒരു ജാതിയാണ് ചെയ്യുന്നത്, കാസ്റ്റാണ് ചെയ്യുന്നത്. പൂജ, അമ്പലങ്ങളിലെ പൂജ, അതൊരു കാസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിനെയൊക്കെ ഒരു തൊഴിൽ വിഭജനം മാത്രമായിട്ട് കണ്ടാൽ ഇതിൻ്റെ ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു ലിങ്ക് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ തൊഴിലാളികളുടെ വിഭജനം കൂടി ആയിട്ട് കണ്ടാൽ ഈ ഒരു തോട്ടി പ്രസവിക്കുന്ന കുഞ്ഞ് അടുത്ത പ്രാവശ്യം കക്കൂസ് കഴുകാൻ വരുന്നതിൻ്റെ യുക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു ബ്രാഹ്മണൻ തോട്ടിപ്പണിക്ക് വരാത്തതെന്നും എന്തുകൊണ്ടാണ് ഒരു തോട്ടി ഒരിക്കൽ പോലും പൂജാരിയാകാത്തത് എന്ന സോഷ്യൽ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബറേഴ്സ് എന്ന യുക്തി കൂടി നമ്മൾ കാണണം. അവിടെയാണ് നമ്മൾ കാസ്റ്റിനെ പ്രോബ്ലമാറ്റൈസ് ചെയ്യുന്നത്. അതാണ് ആ വാക്യത്തിൻ്റെ പ്രാധാന്യം. ഒരു തൊഴിലാളി എന്ന് പറയുന്ന എന്ന അർത്ഥത്തിൽ ഒരു ക്ലാസ്സിനെ അത് ഡിവൈഡ് ചെയ്യുന്നു എന്നൊരർത്ഥം കൂടി അതിനില്ലേ? ഇല്ല, അങ്ങനല്ല. അതായത് തൊഴിലാളികൾ എന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് തൊഴിൽ വിഭജനം മാത്രമല്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം. പണിയെടുക്കുന്നവരെ എന്ന നിലക്ക് മാത്രം ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പണിയെടുക്കുന്നവരാണ് അവരൊക്കെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ അവരുടെ ശരിയായൊരു അസ്തിത്വം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അത് തൊഴിൽ വിഭജനം മാത്രമല്ല, തൊഴിലാളികളുടെ വിഭജനം കൂടിയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണല്ലോ പറയുന്നത്. തൊഴിലാളി എന്നുള്ളൊരു ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുന്ന സംഗതി കൂടിയാണ് കാസ്റ്റ് എന്നാണ്. തൊഴിലാളികൾ എന്നൊക്കെ ഉള്ളത് പിൻകാലത്ത് വരുന്നൊരു ഐഡന്റിറ്റി ആണല്ലോ. അതെ,
അങ്ങനെ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഒന്നും അവർ ക്ലെയിം ചെയ്യാറില്ല. തൊഴിലാളികൾ ഒരു ഐഡൻറ്റിറ്റിയാണ്, എന്നാൽ പിന്നെ ആ ഐഡൻറ്റിറ്റിയുടെ ആൾക്കാരാണ് ഞങ്ങളെന്നൊന്നും ഇടതുപക്ഷം ക്ലെയിം ചെയ്യാറില്ല. തൊഴിലാളി എന്നത് അല്ല, ഈ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കാര്യമല്ല ചോദിച്ചത്. ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു അർത്ഥം ചോദിച്ചു എന്നുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് തൊഴിലാളി എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ എക്സിസ്റ്റൻസിനെ സംബന്ധിച്ച് ചിന്തിച്ച ഒരാൾ മാർസാണ്. അതെ. അദ്ദേഹം എൻസ്ട്രേഞ്ച്മെൻ്റ് എന്ന് പറയുന്ന ആ, ഒരു അന്യവൽക്കരണം എന്ന് പറയുന്നത്, തൊഴിലാളിയിൽ നിന്ന് എങ്ങനെ അന്യവൽക്കരിക്കപ്പെടുന്നു തൊഴിലാളിയിൽ നിന്നും എങ്ങനെ അന്യവൽക്കരിക്കപ്പെടുന്നു എന്നത് താത്വികമായി വിശദീകരിക്കാൻ ശ്രമിച്ച ഒരാളാണ്. തൊഴിലാളിയുടെ അസ്തിത്വം തന്നെ അർത്ഥശൂന്യമായി മാറുന്ന ഒരു സംഭവമാണ് മുതലാളിത്ത ഉൽപ്പാദനക്രമം എന്നാണ് അദ്ദേഹം പറയുന്നത്. തികച്ചും അന്യവൽക്കരിക്കപ്പെട്ട മനുഷ്യരാണ് തൊഴിലാളികൾ എന്നാണ് പറയുന്നത്, തൊഴിലിൽ നിന്ന് പോലും. അതുകൊണ്ട് അവൻ്റെ അസ്തിത്വ പ്രകാശനമായി അവൻ്റെ പ്രവർത്തനങ്ങൾ മാറുന്നില്ല, അതിൽ നിന്നുള്ള സംതൃപ്തി അവനിലേക്ക് വരുന്നില്ല. മറ്റാർക്കോ വേണ്ടി എന്തോ ചെയ്യുന്ന പോലെ യന്ത്രമായിട്ട് ഇവരിങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, പരിപൂർണമായി അന്യവൽക്കരിക്കപ്പെട്ട ഒരു ജീവിയായി അവൻ മാറാൻ വിധിക്കപ്പെട്ടു. ഇതിൽ നിന്നും പൂർണ്ണമായും ഒരു മനുഷ്യാസ്തിത്വത്തിലേക്ക് ഇവന് കടക്കാൻ പറ്റണമെങ്കിൽ, അവൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് അവനൊരു തൃപ്തി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ തന്നെ ആ ജോലിയുടെ ഭാഗമായി പൂർണ്ണമായും കമ്മിറ്റഡ് ആവണമെങ്കിൽ അവൻ ഈ എൻസ്ട്രേഞ്ച്മെൻറ്റിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് തൊഴിലാളികൾ എന്ന് പറയുന്നത് ഒരു ചരിത്ര കാലഘട്ടത്തിലെ സവിശേഷമായ ഒരു അസ്തിത്വം മാത്രമാണ്, അതിനപ്പുറം അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, എങ്ങനെ തൊഴിലാളി മുതലാളി എന്ന വിഭജനം കൊണ്ട് മാത്രം കാര്യം നമുക്ക് മനസ്സിലാവില്ല. കാര്യം മനസ്സിലാകണമെങ്കിൽ തൊഴിലാളികളുടെ വിഭജനം കൂടി നമ്മൾ കണക്കിലെടുക്കണം. ആ കണക്കിലെടുക്കണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. അത് തൊഴിൽപ്പട, ഓരോ തൊഴിലിനും ഓരോ ആൾക്കാർ എന്ന കൃത്യമായ വിഭജനം ഇന്ത്യക്കകത്ത് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. മറിച്ച് ചില തൊഴിലുകളിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹീന തൊഴിലുകൾ അൺടച്ചബിൾ കാസ്റ്റ് ചെയ്യണം, ഏറ്റവും മേന്മയുള്ള തൊഴിലുകൾ, സമൂഹം അംഗീകരിക്കുന്ന തൊഴിലുകൾ, അന്തസ്സുള്ള തൊഴിലുകൾ ബ്രാഹ്മണരും ചെയ്യണം. ഇതൊക്കെ അവർക്ക് ചിട്ടയുണ്ട്. ബാക്കിയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പം നമ്മളുടെ ഇവിടെ സാധാരണ ഈ പാടത്ത് പണി ചെയ്യുക, ഈ കൃഷിപ്പണി ചെയ്യുക, ഏത് ജാതി ചെയ്യാത്തത്? എല്ലാ ജാതിയും ഈ ചെയ്തിട്ടില്ല. വ്യത്യാസം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ഇന്ത്യയിൽ എന്താണ് റെയിൽവേ വരുമ്പോൾ ജാതി അപ്രത്യക്ഷമാകുമെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വിചാരങ്ങളിലേക്ക് പോയത്. അതെ അതെ, അങ്ങനെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ വൈക്കം ആകേണ്ടിയിരുന്നത്. വൈക്കത്തോടി പോകാനാണ് ആദ്യം പ്ലാൻ. വൈക്കം ഒരു വലിയ ടെമ്പിളുള്ള ഒരു ക്ഷേത്രം എന്ന നിലക്ക്, പുരാതനമായ ഒരു നഗരം എന്ന നിലക്ക്, തിരുവിതാംകൂറിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റികളൊന്നാണ് വൈക്കം മുനിസിപ്പാലിറ്റി. തിരുവിതാംകൂറിലെ 4 മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു, അതിനകത്ത് ഒരെണ്ണം വൈക്കമാണ്. അപ്പോൾ അതുവഴി വരാമെന്ന് പറയുമ്പോൾ വടയാർ സമൂഹവും വൈക്കം സമൂഹവും 2 ബ്രാഹ്മണ സമൂഹങ്ങളാണ് അവിടെയുള്ളത്. അവർ രണ്ടുപേരും പ്രമേയം പാസ്സാക്കി അയച്ചു, ഇവിടെ ഇതിലെ കൂടി ഇത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വന്നാൽ ഐത്തജാതിക്കാർ വന്ന് നഗരം അശുദ്ധാക്കും എന്നുള്ളതാണ് ന്യായം. എവിടെ കൊണ്ട് നമ്മൾ വിശദീകരിക്കും? തൊഴിലാളികളും മുതലാളികളും എന്നൊക്കെ പറഞ്ഞാൽ ഇത് വികസനത്തോട് ആധുനികമായ യാത്രാ സൗകര്യം വരുമ്പോൾ ആ പ്രദേശത്തുള്ള മനുഷ്യർക്ക് ഈ വികാരമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിനേക്കാൾ പ്രധാനമാണിതെന്ന് അവർ കരുതുന്നുണ്ടല്ലേ? അത് തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആ അർത്ഥത്തിൽ ഇപ്പോൾ റെയിൽവേ വരുന്നത് ഈ സഞ്ചാര മേഖലയിലെങ്കിലും പ്രത്യക്ഷത്തിലുള്ള ജാതീയതയുടെ ഈ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന വലിയ വിവേചനത്തെ അപ്രസക്തമാക്കിയെന്ന് പറയാം. അല്ല, അതുകൊണ്ട് അവർ തടഞ്ഞു നിർത്തി. എന്നിട്ട് റെയിൽവേ വന്നതുകൊണ്ട് അത് പലതരത്തിൽ പിന്നെ ഈ ആധുനികവൽക്കരണവും അതിൻ്റെ പുതിയ സോഷ്യൽ സ്പേസും, ബസ് KSRTC കയറി കഴിഞ്ഞാൽ പിന്നെ തിങ്ങി നിറഞ്ഞങ്ങ് പോകാനേ പറ്റുള്ളൂ. ഏതാ ജാതി എന്നൊന്നും ചോദിക്കാൻ പറ്റിയല്ല. അവൻ ബ്രാഹ്മണനായാലും ചണ്ടാളനായ ആരായാലും അടുത്ത് തന്നെ നിൽക്കേണ്ടി വരും. മാറി 16 അടിയൊന്നും മാറി നിൽക്കാനൊരു സാധ്യതയില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വണ്ടിയും വള്ളവും ട്രെയിനും വിമാനവും ഒക്കെ ഈ അൺടച്ചബിലിറ്റിയെ തൂത്തെറിഞ്ഞതിൽ വലിയ പങ്ക് വഹിച്ച
ഡെവലപ്മെൻറ്റുകളാണ്, സംശയരഹിതമായ കാര്യമാണ്. ഞാനത് എപ്പോഴും വളരെ രസകരമായി ആലോചിക്കുന്ന ഒരു സംഗതിയാണ്. ഇങ്ങനെ ഈ ഡെവലപ്മെൻറ്റുകൾ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ, കാസ്റ്റ് ലൈഫിനെ പരിവർത്തനപ്പെടുത്തിയത് എന്നത്. ഇന്നിപ്പോൾ യഥാർത്ഥ വൈക്കംകാർ ഒരു ട്രെയിൻ വന്നാൽ കൊള്ളാമെന്നുണ്ട് അതെ അതെ ശരിക്കും. കൊള്ളാമെന്നുണ്ട്. ഇനി നമ്മൾ സംസാരത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു വലിയൊരു സാമൂഹിക മുന്നേറ്റം, ഒരു ഐക്യദാർഢ്യ പ്രകടനം എന്നൊക്കെ പറയാവുന്നത് ഇപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വെമുലയുടെ മരണത്തിന് ശേഷം ഉയർന്നു കേട്ട ചില മുദ്രാവാക്യങ്ങളാണ്. അന്നേരം ഉയർന്നു കേട്ട ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു നീൽ സലാം ലാൽ സലാം എന്ന് പറയുന്നത്. അത് ആ ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിൽ, ആ ഒരു പ്രത്യേക ഘട്ടത്തിലുണ്ടായ ഒരു വൈകാരികമായ ഒത്തുചേരലാണോ, അങ്ങനെ ഒരു റിയൽ ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പോസിബിലിറ്റി അവിടെ ഉണ്ടോ? ഞാനതിൽ വിശ്വസിക്കുന്ന ഒരാളല്ല, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. പോസിബിലിറ്റിയിൽ ഞാൻ അങ്ങനെ ഒരു പോസിബിലിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. അതിനൊരു കാരണമേ ഉള്ളൂ. ഈ മാർക്സിസത്തിൻ്റെ ടൂളുകളും അതിൻ്റെ രാഷ്ട്രഭാവനയും അംബേദ്കറിൻ്റെ ടൂളുമായോ അംബേദ്കറിൻ്റെ രാഷ്ട്രഭാവനയായിട്ടോ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രണ്ട് കൂട്ടരും കൂടി ഒരുമിച്ച് എന്തോ ഒരു വിമോചന പ്രക്രിയയിൽ ഏർപ്പെടുമെന്നുള്ളത് അവിശ്വസനീയമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയേ ഉള്ളൂ, വളരെ ലളിതമായി പറഞ്ഞാൽ രണ്ടിൻ്റെ എന്ന് പറയുമ്പോഴും ഈ പുതിയ കാലത്ത് ഈ ക്യാപിറ്റലിസം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികളെ അവഗണിക്കാൻ ദളിത് മൂവ്മെൻറ്റുകൾക്ക് കഴിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു സാധ്യത എന്തായിരിക്കും? ഈ ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിച്ച പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളാണ് നമുക്കുള്ളത്. ഒരു ഭരണാനുഭവം എന്ന നിലക്ക് എവിടെയെങ്കിലും ഈ 3 സ്ഥലത്ത് എവിടെയെങ്കിലും മൂലധനത്തെ ഏതെങ്കിലും തരത്തിൽ മൂലധന കേന്ദ്രീകരണത്തെ പ്രതിരോധിച്ചതായിട്ടോ അല്ലെങ്കിൽ ഈ മൂലധനത്തിൻ്റെ ചൂഷണത്തെ തടഞ്ഞു നിർത്തിയതായിട്ടോ അതിന് ഒരു നിയമം വഴി എന്തെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തതായിട്ടോ എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. അവിടെയെല്ലാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലെയൊക്കെ തന്നെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കിഫ്ബി എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കി പുറത്തുനിന്ന് മൂലധന സമാഹരണം നടത്തും. അത് തെറ്റായിപ്പോയി, കുഴപ്പമായിപ്പോയി എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാൻ ഇതെല്ലാവരും ചെയ്ത പണിയാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ സമാഹരിക്കപ്പെടുന്ന മൂലധനത്തിലൂടെ ഇവിടെ വികസനം നടത്തുകയും ഇവിടെ വൻകിട മൂലധന ശക്തികളെ കൊണ്ട് റോഡ് നിർമ്മിക്കുകയും അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹൈവേ അതോറിറ്റി ഉണ്ട്, അവരിലൂടെ അത് നടക്കുക. ഇവിടെ ടോളുകൾ വെച്ചിട്ട് ഈ പിരിവെടുത്ത് ആ കടം വീട്ടുകയും കടമെല്ലാം വീടിക്കഴിഞ്ഞാലും ടോൾ അവർ പൊളിച്ചോട്ട് പോകാതിരിക്കുകയും എന്നാൽ അത് പൊളിച്ചു മാറ്റണമെന്ന് പറയുന്ന ജനം അവിടെ ചെന്നാൽ അത് പൊളിച്ചു മാറ്റാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതി കേരളത്തിലും ഉണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, ഇതിൻ്റെ ഭാഗമായാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന BJP ആണ്, ഇതിൻ്റെ ഭാഗമായി കേരളം ഭരിക്കുമ്പം കുറേയേറെ പരിമിതികളുണ്ട്, സ്വന്തം നിലക്ക് പലതും ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ മൂലധന വിരുദ്ധമായ ഒരിടപാടല്ല ഇനി ചരിത്രത്തിൽ സംഭവിക്കാനുള്ളത്. മൂലധനത്തിനെതിരെയല്ല, മൂലധനത്തിൻ്റെ എക്സ്പ്ലോയിറ്റേറ്റീവായിട്ടുള്ള എക്സ്ക്ലൂഡ് ചെയ്യുന്ന പ്രവണതകളെ പരമാവധി തടഞ്ഞു നിർത്തുന്നതും ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള പോളിസികൾ അവർ കൊണ്ടുവരുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നൊരു ഗവൺമെൻറ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് ഇടതുപക്ഷം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ബഹുജനങ്ങളുടെ ഒരു പ്രസ്ഥാനം ഉണ്ടായാലും മതിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അതിനുള്ളൊരു സാധ്യത, നമ്മുടെ രാഷ്ട്രീയ സാധ്യതയും കൂടി അല്ല, അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഈ രോഹിത് വെമുലയുടെ മരണത്തെ തുടർന്ന് ഇന്ത്യയിലെമ്പാടുമുണ്ടായ, അതിനു മുൻപ് തന്നെ തുടങ്ങിയതായിരുന്നു ആ പ്രവണത. ഈ ASI പോലുള്ള സംഘടനകൾ, അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ, അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷനുമായിട്ട് SFI ഒക്കെ സഹകരിക്കുന്നുണ്ട് പല ക്യാമ്പസിലും വടക്കേ ഇന്ത്യയിൽ. കേരളത്തിൽ ASI എന്നൊക്കെ പറയുന്ന നേരം അടി കിട്ടും, മനസ്സിലായില്ലേ? പക്ഷെ അവിടെ അവർ സഹകരിക്കുന്നുണ്ട്, ജോയിൻ്റായിട്ട് അവർ അവിടെ യൂണിയനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആ സമയത്ത് അംബേദ്കർ എന്ന് പറയുന്ന വലിയൊരു ബിംബം ഡിസ്കോഴ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അവിടെ അംബേദ്കർ പ്രശ്നമില്ല എന്ന് പറയുന്നവർക്ക് ഇവിടെ അംബേദ്കർ പ്രശ്നമാണ്. ഭരണമുള്ള കേരളത്തിൽ
അംബേദ്കറെ കുറിച്ച് ഒരു വാക്യം പോലും ഇതുവരെ മാർക്സിസ്റ്റുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പ്രധാനപ്പെട്ടവരാരും ഇപ്പോൾ ഏപ്രിൽ 14 അംബേദ്കറുടെ ജന്മദിനം വരുമോ? ഇവരാരെങ്കിലും അംബേദ്കറിനെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ ദിവസം അവർക്ക് ഭരണമുള്ളിടത്ത് അവർ മിണ്ടത്തില്ല. അവർക്ക് ആളില്ലാത്ത സ്ഥലത്ത് അംബേദ്കർ എന്നൊക്കെ പറയുന്നുണ്ടോ? ഞാനങ്ങനെയാണ് എന്നെ മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു പൊതു സ്വഭാവമാണ് ഭരണത്തിലേക്ക് വരുന്നത് വരെ അവർ വലിയ പുരോഗമനകാരികളും ഭരണത്തിലെത്തിയാൽ ഈ പറഞ്ഞ എല്ലാ ഫാസിസ്റ്റ് സ്വഭാവവും കാണിക്കുന്നത് ഇവിടെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ഭരണകൂടത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പറയുമ്പോഴും നമ്മുടെ ഈ ജന്മിത്ത സംവിധാനത്തെ ലഘൂകരിക്കുന്നതിലൊക്കെ ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്ത് ഇപ്പോൾ കേരളത്തിലെ ഭൂപരിഷ്കരണം അല്ലെങ്കിൽ കശ്മീരിൽ ഈ ഷെയ്ഖ് അബ്ദുള്ളയുടെ കാലത്ത് നല്ല രീതിയിൽ ഭൂമിയുടെ വിതരണം നടന്നു. അങ്ങനെ ചില പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ വിഭവ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള പുരോഗമനപരമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ള ഇടങ്ങളിൽ ഈ ജാതീയതയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അത് വിഭവ വിതരണം കൊണ്ട് മാത്രം അല്ല, സംഭവിച്ചല്ല. അങ്ങനെയല്ല, തീർച്ചയായിട്ടും അല്ല. നമ്മൾ എടുത്ത് കാണണം. അതിനാണ് പ്രാധാന്യം. ഈ വിഭവ വിതരണം നടന്ന ഒരു സ്ഥലം എന്ന നിലക്ക് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കുറഞ്ഞു എന്നുള്ള റീഡിങ്ങിൽ ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. ആ സിമ്പിളായ ഒരു പ്രോസസ്സല്ല അത്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്നത്? രണ്ട് കാരണങ്ങളേ ഉള്ളൂ അതിന്. ഒന്ന്, ഡിസ്ക്രിമിനേഷൻ കാണിച്ചാൽ അടി മേടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. രണ്ട്, നിയമമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് കാരണങ്ങളാലാണ് ഇവിടെ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അടിക്കാനുള്ള ഇവൻ്റെ ഒരു പവർ അവിടെ നിന്നാണ് വന്നത്. എന്നോട് ജാതി വിവേചനം കാണിച്ചാൽ അവൻ്റെ മുഖത്തും തേമ്പാൻ എനിക്ക് തോന്നുന്ന ധൈര്യം എങ്ങനെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് ഈ പറയുന്ന അയ്യങ്കാളി പ്രസ്ഥാനത്തിൽ നിന്നോ ശ്രീനാരായണ ഗുരുവിൽ നിന്നോ തീർച്ചയായും ആദ്യകാലത്തെ ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്നൊക്കെയാണ് ഈ കറേജ് മനുഷ്യർക്ക് വരുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകാത്ത അവരുടെ കുഴപ്പമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. മാർക്സിസ്റ്റുകൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. മാർക്സിസത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അതവരുടെ കുഴപ്പമല്ല. അവർ സാമ്പത്തിക സംവരണവാദത്തെ പിന്തുണയ്ക്കുന്നതിലും എനിക്കൊരു അത്ഭുതം തോന്നുന്നില്ല. അവർ സാമ്പത്തികോപജീവികളായിട്ടാണ് മനുഷ്യൻ കാണുന്നത് തന്നെ. മനുഷ്യന് വിശപ്പാന്നവർ വെറുതെ പറയുന്നതല്ല. അവർ മനുഷ്യൻ കാണുന്നത് തിന്നുന്നൊരു ജന്തുവായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ ആകുമ്പോഴും ചരിത്രപരമായിട്ട് ഏത് പൊളിറ്റിക്കൽ കോalitionആണ് ഈ കാസ്റ്റ് സിസ്റ്റത്തെ പരിപൂർണമായിട്ടല്ല ചെറിയ തോതിലെങ്കിലും വീക്കൻ ചെയ്തിട്ടുള്ളതെന്നുള്ളൊരു ചോയ്സ് അവിടെ ഉണ്ടോ? അങ്ങനെ ചരിത്രപരമായി ഈ ജാതി ഘടനയെ പരിപൂർണമായിട്ടല്ലെങ്കിലും അല്പമെങ്കിലും ദുർബലപ്പെടുത്തിയത് ഏത് പൊളിറ്റിക്കൽ സംവിധാനമാണ് എന്നുള്ളൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ജാതി വിരുദ്ധതയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തിരഞ്ഞെടുക്കാവുന്ന ഇൻ ബിറ്റ്വീൻ എന്ന നിലക്ക് തിരഞ്ഞെടുക്കാവുന്ന മുന്നണികളൊന്നും ഇല്ലയെന്ന അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഈ സവർണ കാസ്റ്റിൻ്റെ ഒരു ആക്രമണമൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് പിണറായി വിജയൻ ഉണ്ടാക്കിയ ഗവൺമെൻറ്റിലെ ഏതാണ്ട് 50% നായന്മാരായിരുന്നു മന്ത്രിസഭയിൽ. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അവർ പറയും അവരെല്ലാം വിപ്ലവകാരികളാണെന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം അതല്ല, ഇവർക്കിടയിൽ നിന്ന് മാത്രമേ വിപ്ലവകാരികളുള്ളൂ എന്നാണ് എൻ്റെ ചോദ്യം. വേറെ ജാതിക്കകത്തൊന്നും വിപ്ലവകാരികൾ വരികയില്ലേ? അപ്പോൾ അവരെ കൂടി രണ്ടുപേരെ എടുത്തേക്കാന്ന് ഇവർക്ക് തോന്നാത്തതെന്താ? എന്താണ് അതിൻ്റെ തടസ്സം? അതാണ് ജാതി എന്ന് പറഞ്ഞാൽ അതാണ്. ഇവർക്ക് തോന്നണം അതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയാല. തോന്നാതിരിക്കാൻ കാരണം അവരുടെ സഖാക്കളാണെന്നാണ് അവർ പറയുക. ഈ സഖാക്കൾ മുഴുവൻ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേറെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊന്നും ആരും ഇല്ലേ? എന്താ ഈ പരിപാടി എന്നാ അറിയണ്ടേത്? പട്ടികജാതി മന്ത്രിയില്ലാത്ത മന്ത്രിസഭയായിരുന്നു അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ. രാധാകൃഷ്ണനെ അങ്ങോട്ട് വിട്ടല്ലോ. അതെന്തോ ആവട്ടെ, അദ്ദേഹത്തെ അങ്ങോട്ട് വിട്ടു. പിന്നെ ഇവിടെ മന്ത്രിയില്ല. ഒരു മന്ത്രി നിയമിക്കണമെന്ന് അവർക്ക് തോന്നുന്നില്ല. ആരും ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ച ഒരാളെ ഞാൻ ജാതിവാദിയാണെന്നാണ് അന്നേരം പറഞ്ഞത്. നമുക്ക് ഏകദേശം ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കാം. നമുക്ക് എന്താണ് ഇനി മുന്നോട്ടുള്ള ഒരു വഴി എന്നാണ്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം അംബേദ്കർ ഡിഫൈൻ ചെയ്തത് സാഹോദര്യം എന്ന
പ്രധാനമായും സാഹോദര്യം എന്ന ഒരു ഒറ്റ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. സാഹോദര്യത്തോടെ ഒരുമിച്ച് ഒന്നായി അനുഭവിക്കുന്ന ഒരു അനുഭവമായിട്ട് ജനാധിപത്യത്തെ മാറ്റുക എന്ന വലിയ സ്വപ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനുള്ളൊരു പ്രവർത്തന പദ്ധതിയായിട്ടാണ് നമ്മുടെ ഭരണഘടനയെ രൂപം നൽകിയത്. അതിലെ പല ടൂളുകളും ഈ നിലനിൽക്കുന്ന ഹൈറാർക്കിയെ ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ടൂളുകളായിരുന്നു. ഈ ടൂളുകളൊന്നും പ്രവർത്തിക്കേണ്ട ആളുകൾ അത് പ്രവർത്തിപ്പിക്കുന്നില്ല എന്നൊരു സാമൂഹിക യാഥാർത്ഥ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് എന്താണ് ഒരു വഴി എന്നാണ്? ഞാനത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കങ്ങനെ എന്തെങ്കിലും പുതിയ ഒരു വഴി അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ കടന്നു വന്ന വഴി ഇത് തന്നെയാണ് അതിൻ്റെ ഒരു കുറച്ച് എൻലൈറ്റൻഡ് ആയ ഒരു വഴിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻലൈറ്റൻഡ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബുദ്ധൻ പറയുന്ന പോലെ എൻലൈറ്റ്മെൻറ്റ് ഒക്കെ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ബട്ട് നമ്മൾ ഉത്ബുദ്ധരായിരിക്കുക എന്നുള്ള ഏറ്റവും ഇതായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഉത്ബുദ്ധത സമൂഹത്തിന് നേടാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ മൈത്രി എന്ന് വിളിക്കുന്ന സാഹോദര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ടൂളായി നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സമൂഹത്തിനകത്ത് മൈത്രി ബന്ധം ഉയർത്തിക്കൊണ്ടുവരാൻ ബോധപൂർവമായൊരു പരിശ്രമം നമ്മൾ സമൂഹത്തിനകത്ത് നടക്കുകയും അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഒരു രാഷ്ട്രത്തെ ഭാവന ചെയ്യുകയും വേണം. അല്ലാതെ രാഷ്ട്രം എന്നത് വേറെ എന്തോ ഒരു കാര്യവും സമൂഹം വേറൊരു കാര്യമായിട്ട് നമ്മൾ എടുക്കാതെ, സമൂഹത്തിൽ നീതിയുണ്ടെങ്കിൽ രാഷ്ട്രത്തിൽ നീതി ഉണ്ടാകൂ എന്ന ബോധ്യമുള്ള ഒരു പൗരസമൂഹം, ആ പൗരസമൂഹത്തെ ഉണ്ടാവുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. ഇന്ത്യക്കകത്ത് ഏത് ജാതി സംഘടിച്ചാലും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും ദളിതർ ഒറ്റക്കെട്ടായി നിന്നാലും ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഉത്ബുദ്ധമായ മൈത്രി ബന്ധമുള്ള ഒരു പൗരസമൂഹം ഉണ്ടാവണം. അത് നമ്മുടെ രാഷ്ട്രം തികഞ്ഞ അധപതനത്തിലും ഡിസൻറ്റഗ്രേഷനാണെന്നും മനസ്സിലാക്കി പുതിയൊരു രാഷ്ട്രത്തിലേക്ക് നമ്മളിപ്പോൾ ആ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ഭാവനയിലാണ് ഡോക്ടർ BR അംബേദ്കർ അടക്കമുള്ളവർ നമുക്ക് പ്രധാന വെളിച്ചമായി മാറുന്നത്. അതുതന്നെയാണ് വഴി, വേറെ വഴിയൊന്നുമില്ല. നമുക്ക് കുറുക്കു വഴികളില്ല. ആലോചിച്ചും ചിന്തിച്ചും കൂടുതൽ നല്ല മനുഷ്യരായി തീരാനുള്ള അഭിവാഞ്ച ഓരോരുത്തരും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒറ്റ നോട്ടത്തിൽ അവൻ എന്നേക്കാൾ കുറഞ്ഞവനാണെന്നോ കൂടിയവനാണെന്നോ തോന്നുന്ന ശീലമാണ് ഇന്ത്യക്കാർക്കുള്ളത്. അതവർ മാറ്റി വെക്കുക. മുൻവിധികളിൽ നിന്ന് രക്ഷപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജാതി എന്നത് മുൻവിധി കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. ജാതിയെ കൈയൊഴിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതല്ലാതെ എനിക്ക് ഏതെങ്കിലും ജാതിയുടെ പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ടല്ല ഇത് പറയുന്നത്. ജാതി തന്നെ മനുഷ്യ പുരോഗതിക്ക് എതിരായ ഒരു സംവിധാനമാണ്.